പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ കഥ നമ്മെ കൊണ്ടുപോകുന്നത് ഇംഗ്ലണ്ടിലെ മനോഹരമായ ബോസ്കോംബ് താഴ്വരയിലേക്കാണ്. പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞ ആ താഴ്വരയെ ഒന്നാകെ നടുക്കിക്കൊണ്ട് ഒരു ദിവസം നടക്കുന്നത് അതിഭീകരമായ ഒരു കൊലപാതകമാണ്. എല്ലാ തെളിവുകളും ഒരു യുവാവിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ സത്യം അത്ര ലളിതമല്ലെന്ന് ഷെർലക് ഹോംസ് മനസ്സിലാക്കുന്നു. ഓരോ കാൽപ്പാടും, ഓരോ വാക്കും, ഓരോ ചെറിയ സൂചനയും സൂക്ഷ്മമായി പരിശോധിച്ച് എല്ലാവരും കാണാതെ പോയ സത്യത്തിലേക്ക് ഹോംസ് പതുക്കെ എത്തിച്ചേരുന്നു. മനുഷ്യന്റെ മുൻവിധികളും തെറ്റായ നിഗമനങ്ങളും എങ്ങനെ നിരപരാധിയെ കുറ്റവാളിയാക്കാമെന്ന് തെളിയിക്കുന്ന അത്യന്തം ആവേശകരമായ അന്വേഷണമാണ് ബോസ്കോംബ് താഴ്വരയിലെ രഹസ്യം. അപ്പോൾ അവസാനം വരെ എന്നോടൊപ്പം തുടരൂ, കാരണം ഈ കഥയിലെ യഥാർത്ഥ കുറ്റവാളിയും ഞെട്ടിക്കുന്ന സത്യവും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും. ഇത് ഷെർലക് ഹോംസിന്റെ ഏറ്റവും പ്രശസ്തമായ അന്വേഷണങ്ങളിലൊന്നായ ബോസ്കോംബ് താഴ്വരയിലെ രഹസ്യം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം രാവിലെ ഞാനും ഭാര്യയും കൂടി പ്രഭാത ഭക്ഷണത്തിനിരുന്നപ്പോൾ വേലക്കാരി ഒരു കമ്പി സന്ദേശവുമായി വന്നു. അത് ഷെർലക് ഹോംസിൻ്റെതായിരുന്നു. അതിലിങ്ങനെ പറഞ്ഞിരുന്നു: വാട്സൺ, നിങ്ങൾക്ക് 2 ദിവസം എന്നോടൊപ്പം ചെലവഴിക്കാനാകുമോ? ബോസ്കോംബ് താഴ്വരയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറേ ഇംഗ്ലണ്ടിൽ നിന്നും ഇപ്പോൾ ഒരു സന്ദേശം ലഭിച്ചിരുന്നു. നിങ്ങളും കൂടി എൻ്റെ കൂടെ വരികയാണെങ്കിൽ രസകരമായിരുന്നേനെ. അന്തരീക്ഷവും പ്രകൃതിയും ഒന്നാം തരം. 11:15 പാർട്ടിങ്ടണിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും. എന്തു പറയുന്നു? എന്നെ നോക്കി ഭാര്യ ചോദിച്ചു. നിങ്ങൾ പോകുന്നുവോ? സത്യത്തിൽ എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ വളരെ നീണ്ട ഒരു കാര്യപരിപാടി എൻ്റെ കയ്യിലുണ്ട്. ഓ, നിങ്ങളുടെ ജോലിയൊക്കെ ആൻസ്ട്രോദർ ചെയ്തുകൊള്ളും. കുറെ നാളായി നിങ്ങൾ ആകെ വിളറി വരികയായിരുന്നു. ഒരു മാറ്റമുണ്ടായാൽ അത് നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നു. തന്നെയല്ല, ഷെർലക് ഹോംസിന്റെ കേസുകളിലൊക്കെ നിങ്ങൾക്ക് വലിയ താല്പര്യവുമാണല്ലോ. ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുങ്ങണമല്ലോ. ഇനി കഷ്ടിച്ച് 1/2 മണിക്കൂറേ ഉള്ളൂ. ഞാൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ എൻ്റെ ക്യാമ്പ് ജീവിതത്തിൽ നിന്നും കിട്ടിയ പരിചയം കുറഞ്ഞ പക്ഷം പെട്ടെന്നൊരു യാത്രയ്ക്കൊരുങ്ങാനായിട്ട് എനിക്ക് കഴിവുണ്ടാക്കിയിരുന്നു. തന്നെയല്ല, എൻ്റെ ആവശ്യം ലഘുവും പരിമിതവുമായിരുന്നു. അതിനാൽ പറഞ്ഞതിനേക്കാൾ വേഗം ഞാൻ എൻ്റെ ഭാണ്ഡവുമായി വണ്ടി കയറി പാഡിങ്ടൺ സ്റ്റേഷനിലേക്ക് യാത്രയായി. ഷെർലക് ഹോംസ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നീണ്ടു മെലിഞ്ഞ ആകാരം, യാത്രാവേളയിൽ ധരിക്കുന്ന തവിട്ട് നിറമുള്ള നീണ്ട വസ്ത്രവും തലയിൽ പറ്റിപ്പിടിച്ചിരുന്ന തുണിത്തൊപ്പിയും മൂലം ഒന്നുകൂടി നീണ്ടതായി തോന്നി. നിങ്ങൾ വന്നത് വാസ്തവത്തിൽ നന്നായി വാട്സൺ, അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായി വിശ്വസിക്കാവുന്ന ഒരാൾ കൂടെ ഉണ്ടാവുന്നത് സത്യത്തിൽ ഗണ്യമായ ആശ്വാസമാണ്. അവിടുത്തുകാരനായ സഹായി ഒന്നുകിൽ കൊള്ളരുതാത്തവനായിരിക്കും, അല്ലെങ്കിൽ പക്ഷാപാതപരനായിരിക്കും. അരികിലത്തെ 2 സീറ്റുകൾ നിങ്ങൾ പിടിച്ചിടാമെങ്കിൽ ഞാൻ പോയി ടിക്കറ്റ് വാങ്ങി വരാം. ഹോംസ് കൊണ്ടുവന്നിരുന്ന ഒരു കെട്ട് കടലാസുകൾ ഇല്ലായിരുന്നുവെങ്കിൽ വണ്ടിയിൽ ഞങ്ങൾ മാത്രമായിരുന്നേനെ. റീഡിംഗ് കഴിയും വരെ ഹോംസ് ആ കടലാസുകൾ പരിശോധിക്കുകയും വായിക്കുകയും ചിലപ്പോൾ നോട്ട് കുറിച്ചു വയ്ക്കുകയും ചിന്താമഗ്നനാവുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അദ്ദേഹം അതെല്ലാം കൂടി ചുരുട്ടി ഒരു വലിയ പന്ത് പോലെയാക്കി മേൽത്തട്ടിലേക്ക് തള്ളി. നിങ്ങൾ ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടുവോ? അദ്ദേഹം ചോദിച്ചു. ഒന്നും കേട്ടിട്ടില്ല. കുറെ ദിവസങ്ങളായി ഞാൻ പത്രങ്ങളും കാണാറില്ല. ലണ്ടൻ പത്രങ്ങളിൽ വലിയ വിവരങ്ങളൊന്നുമില്ല. വസ്തുതകളുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കാനായി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളെല്ലാം നോക്കുകയായിരുന്നു. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നതിൽ നിന്നും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലഘുവായ കേസുകളിൽ ഒന്നാണിതെന്ന് തോന്നുന്നു. അതൊരു വിരോധാഭാസമായിരിക്കുന്നുവല്ലോ. എന്നാൽ അത് സത്യമാണ്. വൈചിത്ര്യം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സൂചനയാണ്. സാധാരണമായ പ്രത്യേകതകളില്ലാത്ത ഒരു കുറ്റം തെളിയിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ കേസിൽ എന്തായാലും അവർ മരിച്ചയാളിന്റെ മകന്റെ പേരിൽ ഒരു വലിയ കുറ്റം ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊലപാതകമാണോ? അങ്ങനെ ഊഹിക്കപ്പെടുന്നു. വ്യക്തിപരമായി അവിടം പരിശോധിക്കാതെ എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിടത്തോളം കാര്യങ്ങൾ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിച്ചു തരാം. ഹെർട്ട്ഫോർഡ്ഷയറിലെ റോഡിൽ നിന്നും വളരെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ബോസ്കോംബ് താഴ്വര. അവിടുത്തെ ഏറ്റവും വലിയ ഭൂ ഉടമയാണ് മിസ്റ്റർ ജോൺ ടർണർ. അദ്ദേഹം തൻ്റെ സമ്പാദ്യം മുഴുവൻ ഓസ്ട്രേലിയയിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. കുറച്ചുനാൾ മുമ്പ് അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി വന്നു.
തന്നെ പോലെ ഒരു മുൻ ആസ്ട്രേലിയൻ നിവാസിയായിരുന്ന മിസ്റ്റർ ചാർലസ് മക്കാർത്തിക്ക് തൻ്റെ പുരയിടങ്ങളിലൊന്നായ ഹാദർലി ഫാം പാട്ടത്തിന് കൊടുത്തിരുന്നു. കോളനിയിൽ വെച്ച് തന്നെ അവർ പരസ്പരം അറിയുമായിരുന്നു എന്നതിനാൽ സ്ഥിര താമസത്തിന് നാട്ടിൽ വന്നപ്പോൾ അടുത്തടുത്ത് താമസമാക്കിയത് സ്വാഭാവികമാണല്ലോ. ടർണർ ആയിരുന്നു ധനികൻ. അതിനാൽ മക്കാർത്തി അയാളുടെ കുടിയാനായെങ്കിലും അവർ പരസ്പരം തുല്യരെന്ന നിലയിൽ കഴിഞ്ഞു വന്നു. മക്കാർത്തിക്ക് ഒരു മകനുണ്ടായിരുന്നു, 18 വയസ്സുള്ളവൻ. ടർണർക്ക് അതേ പ്രായത്തിൽ ഒരു മകളും. എന്നാൽ രണ്ടു പേർക്കും ഭാര്യമാരുണ്ടായിരുന്നില്ല. അയൽപ്പക്കത്തുള്ള ഇംഗ്ലീഷ് കുടുംബങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ഒരു വിശ്രമ ജീവിതമാണ് അവർ നയിച്ചു വന്നത്. എങ്കിലും മക്കാർത്തിമാർ രണ്ടും കളികളിൽ പ്രിയമുള്ളവരായിരുന്നു. അതിനാൽ അടുത്തുള്ള മത്സരവേദികളിലൊക്കെ അവരെ കാണാമായിരുന്നു. മക്കാർത്തിക്ക് 2 ജോലിക്കാരുണ്ടായിരുന്നു, ഒരു പുരുഷനും ഒരു പെൺകുട്ടിയും. ടർണർക്കാകട്ടെ സാമാന്യം നല്ലൊരു പരിചാരക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1/2 ഡസൻ. കുറഞ്ഞത് ഇത്രയുമൊക്കെയാണ് അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ജൂൺ 3-ാം തീയതി, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോടടുത്ത് ഹാദർലിയിലെ വീട് വിട്ട് ബോസ്കോംബ് തടാകത്തിനരികിലൂടെ നടക്കുകയായിരുന്നു മിസ്റ്റർ മക്കാർത്തി. ബോസ്കോംബ് എന്നത് താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയിലെ വെള്ളം വീണുണ്ടായ ഒരു ചെറിയ തടാകമാണെന്ന് അറിയാമല്ലോ. രാവിലെ തൻ്റെ വേലക്കാരനുമായി പോയ മക്കാർത്തി ഉച്ചയ്ക്ക് 3 മണിക്ക് തനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് തിടുക്കത്തിൽ മടങ്ങി. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തിയില്ല. ഹാദർലി ഫാമിൽ നിന്നും ബോസ്കോംബ് തടാകം വരെ 1/4 നാഴിക ദൂരമുണ്ട്. മിസ്റ്റർ മക്കാർത്തി അവിടം കടക്കുന്നത് 2 പേർ കണ്ടിട്ടുമുണ്ട്. അതിലൊന്ന് ഒരു വൃദ്ധയാണ്. അവരുടെ പേരറിഞ്ഞുകൂടാ. മറ്റത് വില്യം ക്രോഡറാണ്, ടർണറുടെ ജോലിക്കാരിൽ മൃഗങ്ങളെ നോക്കുന്നവൻ. മിസ്റ്റർ മക്കാർത്തി തനിച്ചായിരുന്നുവെന്ന് അവർ 2 പേരും പറയുന്നുണ്ട്. എന്നാൽ മൃഗസംരക്ഷകൻ ഒന്നുകൂടി പറയുന്നു. മിസ്റ്റർ മക്കാർത്തി കടന്നു പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജെയിംസ് മക്കാർത്തി തോളിൽ തോക്കുമായി അതുവഴി കടന്നു പോകുന്നതായി കണ്ടത്രേ. മിസ്റ്റർ ജെയിംസ് പിതാവിനെ പിന്തുടരുകയായിരുന്നുവെന്നാണ് അയാളുടെ പൂർണ്ണ വിശ്വാസം. എന്നാൽ വൈകുന്നേരം ഈ ദുരന്തത്തെക്കുറിച്ച് കേൾക്കും വരെ അതേക്കുറിച്ച് അയാൾ പിന്നെ ഒന്നും ഓർത്തതേയില്ല. മൃഗസംരക്ഷകനായ വില്യം ക്രോഡറിന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞതിനു ശേഷവും മക്കാർത്തിമാരെ കണ്ടവരുണ്ട്. ബോസ്കോംബ് തടാകത്തിനു ചുറ്റിലും കനത്ത കാട് പിടിച്ച് അരികിലായി അല്പം പുല്ലും മുളകളും നിറഞ്ഞു കിടക്കുകയാണ്. ബോസ്കോംബ് താഴ്വരയിലെ എസ്റ്റേറ്റിലെ ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ്റെ 14 വയസ്സുള്ള മകൾ പേഷ്യൻസ് മോറൻ ആ കാട്ടിലപ്പോൾ പൂക്കൾ ഇറക്കുന്നുണ്ടായിരുന്നു. തടാകത്തിനരികിൽ വെച്ച് മിസ്റ്റർ മക്കാർത്തിയും മകനും തമ്മിൽ കലഹിക്കുന്നതും മകനോട് കടുത്ത ഭാഷ ഉപയോഗിച്ചപ്പോൾ അയാൾ പിതാവിനെ തല്ലാനെന്നവണ്ണം കൈ ഉയർത്തുന്നതും അവൾ കണ്ടുവത്രേ. അവരുടെ ഈ അക്രമം കണ്ട് ഭയന്ന അവൾ ഓടിപ്പോയി. മക്കാർത്തിമാർ രണ്ടും തമ്മിൽ ബോസ്കോംബ് താഴ്വരയിൽ വെച്ച് ശണ്ട കൂടുന്നുവെന്നും അവർ തമ്മിൽ ചിലപ്പോൾ സംഘട്ടനം തന്നെ നടന്നേക്കുമെന്നും വീട്ടിലെത്തി അവൾ പറഞ്ഞുകൊണ്ടിരിക്കെ മക്കാർത്തിയുടെ മകൻ ഓടി അവിടെ എത്തി. തൻ്റെ പിതാവ് ആ കാട്ടിൽ മരിച്ചു കിടക്കുന്നുവെന്ന് അയാൾ അറിയിച്ചു. ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ്റെ സഹായവും അയാൾ തേടി. അയാൾ ആകെ പരിഭ്രാന്തനായിരുന്നു. തോക്കോ തൊപ്പിയോ എടുത്തിരുന്നില്ല. തന്നെയല്ല, അയാളുടെ വലത്ത് കൈയിലും ഷർട്ടിൻ്റെ മടക്കിലും പുതുരക്തവും പറ്റിപ്പിടിച്ചിരുന്നു. അയാളുടെ പിന്നാലെ അവിടെ എത്തിയ അവർ മിസ്റ്റർ മക്കാർത്തിയുടെ ശവശരീരം തടാകത്തിനരികിലായി പുല്ലിൽ മലർന്നടിച്ച് കിടക്കുന്നതാണ് കണ്ടത്. കനത്ത ശക്തമായ എന്തോ കൊണ്ട് പലതവണ തല്ലിയതിനാൽ തലയാകെ തകർന്നിരുന്നു. മകൻ്റെ തോക്കിൻ്റെ പാത്തി കൊണ്ടുണ്ടായ മുറിവുകളായിരിക്കണം അവയൊക്കെ. കാരണം അല്പമകലത്തായി ആ തോക്കും പുല്ലിനരികിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ആ ചെറുപ്പക്കാരനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകം എന്ന കുറ്റാരോപണത്തോടെ ചൊവ്വാഴ്ച അന്വേഷണം നടത്തി. ബുധനാഴ്ച തന്നെ റോസിലെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു മേൽക്കോടതിക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. ഈ അപമൃത്യുവിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും പോലീസ് കോടതിയിൽ നിന്നും എനിക്ക് ലഭിച്ച പ്രധാന വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഇതിനേക്കാൾ നിന്ദ്യമായ ഒരു കേസിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ കൂടി വയ്യ. സാഹചര്യ തെളിവുകൾ ഒരു കുറ്റവാളിയെ ശരിക്കും ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞു, സാഹചര്യ തെളിവ് കുഴപ്പം പിടിച്ചതാണ്. ചിന്തിച്ചുകൊണ്ട് ഹോംസ് തുടർന്നു. അത് ചിലപ്പോൾ നേരെ ഒരു വസ്തുവിലേക്ക് വിരൽ ചൂണ്ടിയെന്ന് വരാം.
എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരല്പം മാറ്റിയാൽ അതുപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വസ്തുതയിലേക്ക് നിങ്ങളെ അത് നയിക്കുന്നതും കാണാം. എന്തായാലും ഈ കേസ് ആ ചെറുപ്പക്കാരനെതിരായി ഗൗരവമായി തിരിഞ്ഞിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തന്നെയല്ല, അയാളെ കുറ്റവാളിയാക്കാനും സാധ്യതയുണ്ട്. അയൽപ്പക്കത്തുള്ള ഭൂവുടമയുടെ മകൾ മിസ് ടർണറെ പോലെ പലരും അയാളുടെ നിരപരാധിത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. തന്നെയല്ല, മിസ് ടർണർ ലെസ്ട്രേഡിനെ ഈ കേസന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ചോരക്കളവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ച് അമ്പരന്ന മിസ്റ്റർ ലെസ്ട്രേഡ് എൻ്റെ അന്വേഷണത്തിനായി വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട്ടിലടങ്ങിയിരിക്കേണ്ട മധ്യവയസ്കരായ 2 മാന്യന്മാർ മണിക്കൂറിൽ 50 മൈൽ വേഗത്തിൽ ഇതാ പടിഞ്ഞാറോട്ട് പോകുന്നു. വസ്തുതകളെല്ലാം ഇങ്ങനെ വ്യക്തമായിരിക്കുന്നതിനാൽ ഈ കേസിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഖ്യാതി നേടാനൊക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു. വ്യക്തമായ തെളിവുകളോളം ചതിക്കപ്പെടുന്ന മറ്റൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. തന്നെയല്ല, മിസ്റ്റർ ലെസ്ട്രേഡിന് ഒരു തരത്തിലും വ്യക്തമാകാതിരുന്ന മറ്റു ചില വിവരങ്ങൾ ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്നും വരും. അദ്ദേഹത്തിന് മനസ്സിലാകാത്തതോ ഉപയോഗിക്കാൻ കഴിയാഞ്ഞതോ ആയ ചില വസ്തുതകൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ ഉറപ്പിക്കാനോ നശിപ്പിക്കാനോ എന്നെ സഹായിച്ചെന്ന് വരാം. അത് വീമ്പടിക്കലായി നിങ്ങൾ ധരിക്കില്ലല്ലോ. ആദ്യമായി ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങളുടെ കിടക്കമുറിയിലെ ജനൽ വലതുവശത്താണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്നാൽ മിസ്റ്റർ ലെസ്ട്രേഡ് അത്തരം വളരെ വ്യക്തമായ ഒരു വസ്തുതയെങ്കിലും ശ്രദ്ധിച്ചിരിക്കുമോ എന്നെനിക്ക് സംശയമാണ്. ഓ, എന്തൊരു കണ്ടുപിടുത്തം! പ്രിയ സുഹൃത്തെ, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. നിങ്ങളുടെ സ്വഭാവമായി തീർന്ന പട്ടാളത്തിലെ ശുചിത്വവും അറിയാം. നിങ്ങൾ ദിവസവും ഷേവ് ചെയ്യാറുണ്ട്. ഈ കാലത്ത് നിങ്ങൾ സൂര്യപ്രകാശത്തിലാണ് ഷേവ് ചെയ്യാറുള്ളത്. അതിനാൽ ഇടതുവശത്തേക്ക് വരുംതോറും നിങ്ങളുടെ ഷേവിങ് ശരിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഏതാണ്ട് താടിയുടെ അവിടം വരെ വരുമ്പോഴേക്കും അവിടം വെളിച്ചം കുറഞ്ഞിരിക്കുമെന്നതിനാൽ സംശയിക്കാനില്ലല്ലോ. നിങ്ങളുടെ സ്വഭാവമുള്ള ഒരുവൻ ഇരുവശത്തും ഒരുപോലെ വെളിച്ചമുണ്ടെങ്കിൽ ഇങ്ങനെ മോശമായി ഷേവ് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഊഹത്തിനും നിരീക്ഷണത്തിനും ഒരു നിസാര ഉദാഹരണമായി ഞാനിത് പറഞ്ഞെന്നേ ഉള്ളൂ. അവിടാണ് എൻ്റെ വൈദഗ്ധ്യം. നമ്മുടെ മുമ്പിലുള്ള കേസിലും ഈ നിരീക്ഷണ പരിചയം വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രേതപരിശോധന വേളയിൽ കണ്ട 1-2 വിവരങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കേണ്ടതായി വരും. എന്താണവ? ഒന്നാമത്തെ കാര്യം, അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. ഹാദർലി ഫാമിൽ മടങ്ങിയെത്തിയ ശേഷമാണ് അത് നടന്നത്. അയാളെ തടവിലാക്കുകയാണെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ അതിൽ തനിക്ക് അത്ഭുതമില്ലെന്നും താൻ അർഹിക്കുന്നുവെന്നുമാണ് അയാൾ മറുപടി പറഞ്ഞത്. കുറ്റവിചാരകന്റെ മനസ്സിൽ അവശേഷിച്ചിരുന്ന സന്ദേഹത്തിന്റെ നേരിയ കണിക പോലും ഈ പ്രസ്താവനയോടെ മാഞ്ഞു പോകാൻ സ്വാഭാവികമായും ഇടയുണ്ടല്ലോ. അതൊരു കുറ്റസമ്മതമാണല്ലോ, ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി. അല്ല, കാരണം അതേ തുടർന്ന് ഉടൻ തന്നെ അയാൾ തന്റെ നിരപരാധിത്വവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുഴഞ്ഞ സംഭവങ്ങൾ ധാരാളം വേറെയുള്ളതിനാൽ ഇത് കുറഞ്ഞപക്ഷം സംശയാസ്പദമായ ഒരു അഭിപ്രായ പ്രകടനമാണ്. നേരെ മറിച്ച് മേഘങ്ങൾക്കിടയിലെ പ്രജ്വലമായ ഒരു വെള്ളി രേഖയാണത്. എത്ര നിരപരാധിയായിരുന്നാലും പരിതസ്ഥിതികൾ അയാളെ കരുതേച്ചു കാട്ടുമെന്നറിയാൻ കഴിയാത്തത്ര പക്വതയില്ലാത്തവനാകരുതായിരുന്നു അയാൾ. അയാളുടെ അറസ്റ്റിൽ അത്ഭുതപ്പെടുകയോ പ്രതിഷേധം നടിക്കുകയോ ചെയ്തതായി കണ്ടാലും അതൊക്കെ സംശയിക്കത്തക്കതായേ ഞാൻ കാണൂ. കാരണം ഈ സാഹചര്യത്തിൽ അത്തരം അത്ഭുത പ്രകടനവും ദേഷ്യപ്പെടലുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. തന്നെയല്ല, അവ കുബുദ്ധിയായ ഒരുവന്റെ ഒന്നാന്തരം അടവുമാണ്. ഒന്നുകിൽ അയാൾ വെറും പാവമാണ്, അല്ലെങ്കിൽ അപാര മനക്കെട്ടിയോ ദൃഢതയോ ഉള്ള മനുഷ്യനാണ്. ആ ഹൃദയം തുറന്ന അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നത് അതാണ്. പുത്രധർമ്മം എന്താണെന്നറിയാതെ പിതാവുമായി വാക്സമരം നടത്തുകയും അദ്ദേഹത്തെ തല്ലാനായി കൈ ഉയർത്തി ചെല്ലുകയും ചെയ്തുവെന്ന് ആ പെൺകുട്ടി പറഞ്ഞതും ശവശരീരത്തിനരികിൽ അയാൾ നിന്നുവെന്ന് പറയുന്നതും ശിക്ഷ താൻ അർഹിക്കുന്നതാണെന്ന് പറഞ്ഞ് ഒട്ടും അതിശോക്തിയില്ലാത്തതാണെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ആ ആത്മദുഃഖവും പശ്ചാത്താപ പ്രകടനവും കുറ്റവാളിയുടേതിനേക്കാൾ ആരോഗ്യമുള്ള ഒരുവന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തലകുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ നിസ്സാരമായ തെളിവുകൾ പലരെയും തൂക്കിലേറ്റിയിട്ടുണ്ട്. ശരിയാണ്, പലരെയും തെറ്റായി തൂക്കിലേറ്റിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ആ ചെറുപ്പക്കാരന്റെ ഭാഷ്യം എന്താണ്? അയാളുടെ അനുകൂലികൾക്ക് പ്രോത്സാഹനം നൽകുന്നവയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അവയിൽ 1-2 സംഗതികൾ ശ്രദ്ധേയമാണ്.
ഇത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കൂ. തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും അദ്ദേഹം ഹെർഫോർഡ്ഷെയറിലെ ഒരു പ്രാദേശിക പത്രമെടുത്ത് അതിലെ ഒരു ഖണ്ഡികയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. സംഭവിച്ചത് എന്താണെന്ന് ദൗർഭാഗ്യവാനായ ആ പയ്യൻ നൽകിയ വിവരണം അതിലുണ്ടായിരുന്നു. ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു അത്. ഞാൻ ശ്രദ്ധാപൂർവം അത് വായിച്ചു. മരിച്ച ആളുടെ ഏക മകനായ മിസ്റ്റർ ജെയിംസ് മക്കാർത്തി പിന്നെ ഇങ്ങനെ മൊഴി നൽകി: ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി വീട്ടിലില്ലായിരുന്നു, ബ്രിസ്റ്റലിലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ, അതായത് 3-ാം തീയതി മടങ്ങിയെത്തിയതേയുള്ളൂ. ഞാൻ എത്തിയപ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. ജോലിക്കാരനായ ജോൺ കോബറുമൊത്ത് അദ്ദേഹം റോസിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞങ്ങളുടെ ജോലിക്കാരി പറഞ്ഞറിഞ്ഞു. ഞാൻ വീട്ടിലെത്തി അധികം താമസിയാതെ കുതിരവണ്ടി ചക്രങ്ങളുടെ ശബ്ദം കേട്ടു. ജനലിലൂടെ നോക്കിയപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹം മുറ്റത്തുകൂടെ വേഗം പോകുന്നതാണ് കണ്ടത്. എന്നാൽ ഏതു വഴിക്കാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബോസ്കോമ്പ് തടാകം ലക്ഷ്യമാക്കി എൻ്റെ തോക്കുമെടുത്ത് ഞാനും പതുക്കെ നടന്നു. അതിൻ്റെ മറുവശത്തുള്ള മുയലുകളെ വളർത്തുന്ന സ്ഥലം കാണുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. മൃഗസംരക്ഷകനായ വില്യം ക്രോഡർ അയാളുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വഴിയിൽ വെച്ച് ഞാൻ അയാളെ കണ്ടിരുന്നു. എന്നാൽ അച്ഛനെ ഞാൻ പിന്തുടരുകയായിരുന്നു എന്നയാൾ പറഞ്ഞത് ശരിയല്ല. കാരണം അദ്ദേഹം എൻ്റെ മുന്നിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. തടാകത്തിന് ഏതാണ്ട് 100 വാര അടുത്തെത്തിയപ്പോൾ കൂയി എന്നൊരു ശബ്ദം കേട്ടു. ഞാനും അച്ഛനും സാധാരണയായി പരസ്പരം നൽകാറുള്ള ഒരു സൂചനയായിരുന്നു അത്. അത് കേട്ടപ്പോൾ ഞാൻ വേഗം നടന്നു. മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നതും കണ്ടു. എന്നെ കണ്ട് തെല്ലമ്പരന്ന അദ്ദേഹം ഞാൻ അവിടെ എന്തെടുക്കുകയായിരുന്നുവെന്ന് വളരെ പരുഷമായി ചോദിച്ചു. തുടർന്ന് ഞങ്ങളുടെ സംസാരം വളരെ ഉച്ചത്തിലായി. ഒടുവിൽ അടികലാശത്തിൽ ചെന്നെത്തുമോ എന്നും തോന്നി. അച്ഛൻ മുൻകോപിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ ദേഷ്യം നിയന്ത്രണാതീതമാവുമെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടം വിട്ട് ഹാദർലി ഫാമിലേക്ക് പോയി. കഷ്ടിച്ച് ഒരു 150 വാര ഞാൻ എത്തും മുമ്പ് പിറകിൽ ഒരു ഭീകര രോദനം കേട്ടു. അതിനാൽ ഞാൻ പുറകോട്ട് തന്നെ ഓടിച്ചെന്നു. തലയാകെ മുറിവേറ്റ് എൻ്റെ അച്ഛൻ അവിടെ മൃതപ്രായനായി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. തോക്ക് താഴെയിട്ട ശേഷം ഞാൻ അദ്ദേഹത്തെ എൻ്റെ കൈകളിൽ താങ്ങി. താമസിയാതെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹത്തിനരികിൽ ഞാൻ അല്പസമയം ഇരുന്നു. പിന്നെ അടുത്തുള്ള മിസ്റ്റർ ടർണറുടെ ലോഡ്ജ് സൂക്ഷിപ്പുകാരനായ ഒരുവന്റെ വീട് ലക്ഷ്യമാക്കി സഹായത്തിനായി ഞാൻ ഓടി. മടങ്ങി വന്നപ്പോൾ അച്ഛനരികിൽ ഞാൻ ആരെയും കണ്ടിരുന്നില്ല. അതിനാൽ ആ മുറിവുകൾ എങ്ങനെയുണ്ടായതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണ്ട് തണുപ്പനും അതോടൊപ്പം വെറുപ്പുളവാക്കുന്ന സ്വഭാവമുള്ളവനുമായിരുന്നതിനാൽ അദ്ദേഹം പ്രശസ്തനായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിരുന്നതായും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതേക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്കറിവില്ല. അപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചത്: മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞുവോ? അപ്പോൾ അയാൾ പറഞ്ഞു, അദ്ദേഹം എന്തോ പിറുപിറുത്തു. എന്നാൽ എലി, അതായത് റാറ്റിനെ കുറിച്ചുള്ള ഒരു പരാമർശമായിട്ടേ എനിക്ക് തിരിഞ്ഞുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ മകനോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹം എന്തോ പിച്ചും പേയും പറയുകയാണെന്നാണ് ഞാൻ ധരിച്ചത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അയാളോട് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ അച്ഛനുമായി എന്തു പറഞ്ഞാണ് നിങ്ങൾ വഴക്കടിച്ചത്? ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു മകന്റെ മറുപടി. എനിക്കത് അറിഞ്ഞേ തീരൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും ശഠിച്ചു. അത് പറയാൻ എനിക്ക് സാധ്യമല്ല. പിന്നീടുണ്ടായ ദുരന്തവുമായി അതിന് ബന്ധമില്ലെന്ന് ഞാൻ ഉറപ്പ് പറയാം. അതായിരുന്നു ആ മകനിൽ നിന്ന് ലഭിച്ച മറുപടി. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ മറുപടി പറയാൻ വിസമ്മതിച്ചാൽ അത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ തന്നെ സാരമായി ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടല്ലോ. എന്ത് സംഭവിച്ചാലും ഞാൻ അത് പറയില്ല എന്ന് ആ മകൻ ഉറച്ചു നിന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ അടുത്ത ചോദ്യം ചോദിച്ചു, കോയി എന്ന വിളി നിങ്ങളും അച്ഛനും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു സൂചനയാണെന്ന് ഞാൻ ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഞാനും അച്ഛനും അങ്ങനെ സാധാരണ വിളിക്കാറുണ്ട് എന്നായിരുന്നു അയാളുടെ മറുപടി. വീണ്ടും ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങളെ കാണുന്നതിന് മുമ്പ് ബ്രിസ്റ്റളിൽ നിന്നും നിങ്ങൾ മടങ്ങിയെത്തിയെന്ന് പോലും അറിയാതെ അദ്ദേഹം എങ്ങനെ അത് ഉച്ചരിച്ചു? അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ മകൻ നിസ്സഹായനായി പറഞ്ഞു. കരച്ചിൽ കേട്ട് മടങ്ങി വന്നപ്പോൾ മാരകമായി മുറിവേറ്റ് കിടക്കുന്ന അച്ഛൻ്റെ അരികിൽ സംശയകരമായി എന്തെങ്കിലും കണ്ടുവോ? വ്യക്തമായി ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ? ആശങ്കാഭരിതനായി ആകെ തകർന്നടിഞ്ഞ് ഓടിച്ചെന്ന് എനിക്ക് അച്ഛനെ കുറിച്ചല്ലാതെ മറ്റൊന്നും ഓർക്കാൻ കഴിയുമായിരുന്നില്ല. എങ്കിലും ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഇടതുവശത്ത് നിലത്തെന്തോ കിടക്കുന്നത് കണ്ടെന്നോർക്കുന്നുണ്ട്.
ചാരനിറത്തിലുള്ള ഒരു കോട്ടായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അച്ഛൻ അരികിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അത് കാണാനുമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ സഹായം അന്വേഷിച്ചു പോകുന്നതിന് മുമ്പേ അത് കാണാതായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അതെ സാർ, അത് കാണാതായിരുന്നു. അതെന്തായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വയ്യേ? ഇല്ല, എന്തോ അവിടെ ഉണ്ടായിരുന്നു എന്ന തോന്നലേ എനിക്കുള്ളൂ എന്നായിരുന്നു ആ മകന്റെ മറുപടി. അത് അച്ഛന്റെ ശരീരത്തിന്റെ അടുത്ത് നിന്ന് എത്ര ദൂരെയായിരുന്നു കിടന്നിരുന്നത്? ഒരു 12 വാരയോ മറ്റോ ആയിരിക്കാം എന്ന് തോന്നുന്നു. കാട്ടിനരികിൽ നിന്ന് എത്ര മാറി? ഏതാണ്ട് അത്ര തന്നെ. എങ്കിൽ നിങ്ങൾ 1 ഡസൻ വാര അകലെയായിരുന്നപ്പോൾ തന്നെ അത് മാറ്റിയിരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ ഊഹം അയാളോട് പറഞ്ഞു. അതെ, എന്റെ പിന്നിൽ വെച്ച് മാറ്റിയിരിക്കണം. ആ മകനും സമ്മതിച്ചു. ആ സാക്ഷി വിസ്താരം അവസാനിച്ചു. അത് ശരി എന്ന് പറഞ്ഞ് പത്രപംക്തിയിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ തുടർന്നു. കൊച്ചു മക്കാർത്തിയോട് അവസാനമായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ ക്രൂരമായിട്ടാണല്ലോ സംസാരിച്ചത്. അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അച്ഛൻ സൂചന നൽകി എന്ന ആ വൈരുദ്ധ്യത്തിലേക്ക് അയാൾ വ്യക്തമായും വിരൽ ചൂണ്ടുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മരണസമയത്തെ വാക്കുകളിലേക്കും അദ്ദേഹവുമായി അവസാനം സംസാരിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്താനുള്ള വൈമനസ്യത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയും പോലെ ആ പുത്രനെതിരാണ്. തനിയെ ചിരിച്ചുകൊണ്ട് ഹോംസ് കുഷ്യൻ സീറ്റിൽ ചാരിയിരുന്നു. വളരെ ശക്തമായ സൂചനകൾ ആ ചെറുപ്പക്കാരന് അനുകൂലമാകാൻ നിങ്ങളും ആ ഉദ്യോഗസ്ഥനും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരേ സമയം അയാൾ ഭാവനാസമ്പന്നനാണെന്നും ഭാവനാരാഹിത്യം കാട്ടുന്നുവെന്നുമാണ് നിങ്ങൾ പറയുന്നതെന്ന് അറിയുന്നുണ്ടോ? കലഹത്തിന് കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജോറിയുടെ സഹതാപത്തിന് അർഹനല്ലാതാവുന്ന അയാൾ ഭാവനാരാഹിത്യമാണ് കാട്ടുന്നത്. കാണാതായ തുണിയും മരിച്ചയാൾ എലിയെക്കുറിച്ച് നടത്തിയ പരാമർശവും സ്വയം ഉള്ളിൽ നിന്നുണ്ടാക്കിയ സൃഷ്ടികളാണെങ്കിൽ അയാൾ ഭാവനാസമ്പന്നനാണ്. അല്ല സാർ, ഈ ചെറുപ്പക്കാരൻ പറയുന്നത് സത്യമാണെന്ന സങ്കല്പത്തിൽ അങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടി ഞാൻ ഈ കേസിനെ സമീപിച്ചാൽ നാം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആലോചിക്കാം. ഇതാ പെട്രാർക്കിന്റെ പോക്കറ്റ് എഡിഷൻ. ഇനി സംഭവ സ്ഥലത്തെത്താതെ ഞാനൊന്നും പറയുകയില്ല. 20 മിനിറ്റിനകം നാം സ്വിൻഡനിൽ ചെല്ലും. അവിടെയാണ് നാം ആഹാരം കഴിക്കുക. മനോഹരമായ സ്വിൻഡൻ താഴ്വരയും പ്രകാശപൂർണമായി പരന്നു കിടക്കുന്ന സെവൈൻ നദിയും കടന്ന് ഒടുവിൽ ഏകദേശം 4 മണിയോടെ ഞങ്ങൾ റോസ് എന്ന സുന്ദരമായ ടൗണിലെത്തി. മെലിഞ്ഞു നീണ്ട് കൃത്രിമി എന്ന് തോന്നിക്കുന്ന ഒരുവൻ പ്ലാറ്റ്ഫോറത്തിൽ ഞങ്ങളെ കാത്തു നിന്നിരുന്നു. ഗ്രാമീണ ചുറ്റുപാടിനനുസൃതമായ രീതിയിൽ ഇളം തവിട്ട് നിറമുള്ള കോട്ടും തോലുകൊണ്ടുള്ള പാട്ടീസും ധരിച്ചിരുന്നെങ്കിലും അത് സ്കോട്ട്ലൻഡ് യാർഡിലെ ലെസ്ട്രേഡ് ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അദ്ദേഹത്തോടൊപ്പം ഹെർഫോർഡ് ആംസ് വരെ ഞങ്ങൾ യാത്രയായി. അവിടെയാണ് ഞങ്ങൾക്കായി മുറി ഒരുക്കിയിരുന്നത്. ഞാനൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. ചായ കുടിക്കാനിരിക്കെ ലെസ്ട്രേഡ് തുടർന്നു. എനിക്ക് നിങ്ങളുടെ ഊർജ്ജസ്വലതയുള്ള സ്വഭാവം നന്നായി അറിയാം. അതിനാൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ചെല്ലാതെ നിങ്ങൾ സന്തുഷ്ടനാവില്ലെന്നും അറിയാം. അത് നല്ലതും അഭിനന്ദനീയവുമാണ്, ഹോംസ് പറഞ്ഞു. എന്നാൽ അതെല്ലാം അന്തരീക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ്. എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അമ്പരപ്പോടെ ലെസ്ട്രേഡ് പറഞ്ഞു. ഉഷ്ണമാപിനിയിൽ ചൂട് എങ്ങനെ? 29 ആയിരിക്കും. ശരി, കാറ്റില്ല. ആകാശത്തിൽ ഒരു മേഘപാളിയുമില്ല. വലിച്ചു തീർക്കാനായി എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് ഉണ്ട്. തന്നെയല്ല, സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ വെറുപ്പുളവാക്കുന്ന ഹോട്ടൽ അന്തരീക്ഷത്തിൽ കിട്ടാവുന്നതിനേക്കാൾ വളരെ നല്ല ശോഭയാണിത്. ഇന്ന് രാത്രി മിക്കവാറും വണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രീതിപ്പെടുത്താൻ എന്നവണ്ണം ചിരിച്ചുകൊണ്ട് ലെസ്ട്രേഡ് പറഞ്ഞു. പത്രങ്ങളിൽ നിന്നും താങ്കൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് സംശയമില്ല. ഒരു വക്രതയുമില്ലാത്ത വളരെ വ്യക്തമായ കേസാണിത്. തന്നെയല്ല, കൂടുതൽ ചിന്തിക്കും തോറും കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. എങ്കിലും വളരെ ധനികയായ ഒരു സ്ത്രീയെ നിരസിക്കാൻ ഒക്കുകയില്ലല്ലോ. അവൾ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്തതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് അവിടെ ചെയ്യാനുണ്ടാവില്ലെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും അവൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടിയേ കഴിയൂ. ദൈവമേ, ഇതാ അവളുടെ വണ്ടി വന്നല്ലോ. അയാൾ ഇത് പറഞ്ഞു നിർത്തിയില്ല. അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്തത്ര സുന്ദരിയായ ഒരു യുവതി മുറിക്കുള്ളിലേക്ക് തള്ളിക്കയറി വന്നു. തിളങ്ങുന്ന നീലക്കണ്ണുകളും വിടർന്ന ചുണ്ടുകളും ഇളം ചുവപ്പ് നിറമാർന്ന തുടുത്ത കവിളുകളുമുള്ള അവൾക്ക് ആശങ്കയും ഉദ്യോഗവും മൂലം ആത്മനിയന്ത്രണം തന്നെ നശിച്ചിരുന്നു. ഓ മിസ്റ്റർ ഷെർലക് ഹോംസ്, അവൾ വിളിച്ചുപോയി.
ഞങ്ങൾ ഇരുവരെയും മാറി മാറി നോക്കി അവൾ ഒടുവിൽ സ്ത്രീ സഹജമായ അവബോധത്താൽ എന്റെ സുഹൃത്തിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നതും. ജെയിംസ് ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതറിഞ്ഞുകൊണ്ട് വേണം താങ്കൾ ജോലി ആരംഭിക്കാൻ. അക്കാര്യത്തിൽ സംശയിക്കരുത്. ചെറുപ്പം മുതലേ ഞങ്ങൾ പരസ്പരം അറിയും. മറ്റാർക്കറിയാവുന്നതിനേക്കാൾ നന്നായി അയാളെ എനിക്കറിയാം. ഒരു പാറ്റയെ പോലും വേദനിപ്പിക്കാൻ കഴിയാത്തത്ര ലോല ഹൃദയനാണ് അയാൾ. അദ്ദേഹത്തെ ശരിക്കറിയാവുന്ന ആർക്കും ഈ കുറ്റം ചുമത്തൽ പരമ അബദ്ധമാണെന്നറിയാം. മിസ് ടർണർ, നമുക്കയാളെ സ്വതന്ത്രനാക്കാമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്നാൽ ആവുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ, ഷെർലക് ഹോംസ് പറഞ്ഞു. പക്ഷേ നിങ്ങൾ തെളിവുകൾ വായിച്ചില്ലേ? തീരുമാനത്തിലെത്തിയില്ലേ? എന്തെങ്കിലും പഴുത് നിങ്ങൾ കാണുന്നുണ്ടോ? സത്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദാ വെല്ലുവിളി എന്നവണ്ണം തലചെരിച്ച് ലെസ്രൈഡിന് നേരെ നോക്കി അവൾ അലറി, നിങ്ങൾ കേട്ടോ? ഇദ്ദേഹം എനിക്ക് ആശ തരുന്നു. ലെസ്രൈഡ് തോൾ കുലുക്കി. എന്റെ സുഹൃത്ത് അല്പം ധൃതിയിലാണ് നിഗമനത്തിലെത്തിയതെന്ന് തോന്നുന്നു, അയാൾ ഹോംസിനോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എനിക്കറിയാം അത് ശരിയാണെന്ന്. ജെയിംസ് ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ പിതാവുമായി അയാൾ വഴക്കടിച്ചതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയാഞ്ഞതിന്റെ കാരണം അത് എന്നെ ബാധിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം. എങ്ങനെ? ഹോംസ് ചോദിച്ചു. ഒന്നും മറച്ചു വെക്കാനുള്ള സമയമല്ല ഇത്. ജെയിംസിനും അയാളുടെ പിതാവിനും എന്നെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. മിസ്റ്റർ മക്കാർത്തിക്ക് ഞങ്ങൾ ഉടനെ വിവാഹിതരാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ജെയിംസും ഞാനും സഹോദരന്മാരെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പമാണ്, ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവർ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. ഇതും അങ്ങനെ ആവാനാണ് സാധ്യത. അങ്ങനെ ഒരു ബന്ധത്തിന് നിങ്ങളുടെ അച്ഛൻ അനുകൂലമായിരുന്നോ? ഹോംസ് ചോദിച്ചു. അല്ല, അദ്ദേഹം അതിനെതിരായിരുന്നു. മിസ്റ്റർ മക്കാർത്തി അല്ലാതെ മറ്റാരും അത് ആഗ്രഹിച്ചിരുന്നില്ല. തുളച്ചു കയറുന്ന ചോദ്യഭാവത്തിലുള്ള ഹോംസിന്റെ നോട്ടം കണ്ട് അവളുടെ തുടുത്ത മുഖത്ത് ഒരു ലജ്ജ പരന്നു. ഈ വിവരങ്ങൾ തന്നതിന് നന്ദി. നാളെ ഞാൻ വന്നാൽ നിങ്ങളുടെ അച്ഛനെ കാണാൻ ഒക്കുമോ? ഹോംസ് ചോദിച്ചു. ഡോക്ടർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടറോ? ആ, വർഷങ്ങളായി പാവം അച്ഛന് ശക്തിയില്ലാതായിരിക്കുന്നു. എന്നാൽ ഇത് അദ്ദേഹത്തെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. കട്ടിലിൽ വീണ അദ്ദേഹത്തിന്റെ ഞരമ്പുകളാകെ തളർന്നിരിക്കുകയാണ്. ഡോക്ടർ വില്യംസ് പറയുന്നത് വിക്ടോറിയയിൽ പണ്ട് മുതൽക്കേ അച്ഛനെ അറിയുന്നതിൽ മിസ്റ്റർ മക്കാർത്തി മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നാണ്. വിക്ടോറിയയിലോ? അത് പ്രധാനമാണല്ലോ. അതെ, ആ ഖനികളിൽ. ശരി, സ്വർണ്ണ ഖനികളിൽ അല്ലേ? അവിടെ നിന്നാണ് മിസ്റ്റർ ടർണർ ധനം സമ്പാദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, തീർച്ചയായും അച്ഛൻ അങ്ങനെയാണ് ധനം സമ്പാദിച്ചിരുന്നത്. വളരെ നന്ദി മിസ് ടർണർ. നിങ്ങൾ എനിക്ക് സാരവത്തായ ഒരു സഹായം നൽകിയിരിക്കുന്നു. നാളെ വല്ല വിവരമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ജെയിംസിനെ കാണാൻ തീർച്ചയായും നിങ്ങൾ ജയിലിൽ പോകണം. മിസ്റ്റർ ഹോംസ്, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്ന് തീർച്ചയായും ജെയിംസിനോട് പറയണം. തീർച്ചയായും പറയാം മിസ്റ്റർ ടർണർ. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. അച്ഛന് അസുഖം കൂടുതലാണ്. ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമമാവും. നിങ്ങളുടെ ഉദ്യമങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് ബൈ. കയറി വന്നതുപോലെ ധൃതിയിൽ അവൾ മുറിവിട്ടു. വഴിയിലൂടെ വണ്ടിച്ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദവും ഞാൻ കേട്ടു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വളരെ ഗാംഭീര്യത്തോടെ ലെസ്രൈഡ് പറഞ്ഞു, ഞാൻ ലജ്ജിക്കുന്നു ഹോംസ്. നിരാശപ്പെടാൻ ഇടയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ആശയുണർത്തിയത്? ഞാൻ അതിമൃദുല ചിത്തനല്ല. എങ്കിലും ഇത് ക്രൂരമെന്നേ ഞാൻ പറയൂ. ജെയിംസ് മക്കാർത്തിയെ സ്വതന്ത്രനാക്കാനുള്ള എൻ്റെ വഴി എനിക്ക് കണ്ടുപിടിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നു. അയാളെ ജയിലിൽ പോയി കാണുവാനുള്ള അനുവാദം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഹോംസ് ചോദിച്ചു. ഉവ്, എന്നാൽ എനിക്കും നിങ്ങൾക്കും മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ പുറത്തു പോകുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം. ഹെർഫോർഡിൽ പോകാൻ തീവണ്ടിക്ക് ഇനിയും സമയമുണ്ടല്ലോ. ഈ രാത്രി തന്നെ നമുക്ക് അയാളെ കാണണം. ധാരാളം സമയമുണ്ട്. എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം വാട്സൺ. നിങ്ങൾക്ക് സമയം പോകുന്നില്ലെന്ന് തോന്നാം. എങ്കിലും ഞാൻ 2 മണിക്കൂറിനകം മടങ്ങിയെത്തിയേക്കാം. ഞാനും അവരോടൊപ്പം സ്റ്റേഷൻ വരെ നടന്നു. പിന്നെ ആ ചെറിയ പട്ടണത്തിലെ വീഥികളിലൂടെ അലഞ്ഞു നടന്നു. ഒടുവിൽ ഹോട്ടലിലേക്ക് മടങ്ങി.
സോഫായിൽ കിടന്ന് ഒരു മഞ്ഞ കവറുള്ള നോവലിൽ മുഴുകുവാൻ ശ്രമിച്ചു. ഞങ്ങൾ ഏർപ്പെട്ടിരുന്ന കേസിലെ നിഗൂഢ രഹസ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ നോവലിലെ കഥാതന്തു വളരെ നിസ്സാരമായിരുന്നു. തന്നെയല്ല, നോവലിൽ നിന്നും എന്റെ ശ്രദ്ധ വസ്തുതകളിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരുന്നതിനാൽ ഒടുവിൽ ഞാൻ ആ നോവൽ മുറിയുടെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അന്നത്തെ മുഴുവൻ സംഭവങ്ങളും അവലോകനം ചെയ്യാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരന്റെ കഥ മുഴുവൻ സത്യമാണെന്ന് തന്നെ വെക്കുക. അങ്ങനെയെങ്കിൽ പിതാവിന്റെ അടുത്ത് നിന്നും പോയ ശേഷം അദ്ദേഹം കരയുന്ന ശബ്ദം കേട്ട് താഴ്വരയിലേക്ക് മടങ്ങിയെത്തുന്നതിനകം എന്ത് നാടകീയവും പ്രവചനാതീതവും അസാധാരണവുമായ അത്യാഹിതമായിരിക്കാം നടന്നത്. അതേതായാലും ഭീകരവും മാരകവുമായിരുന്നു. അതെന്തായിരിക്കാം? മുറിവിന്റെ സ്വഭാവത്തിൽ നിന്നും വൈദ്യ വിഷയകമായ എന്റെ ജന്മവാസന എന്തെങ്കിലും വെളിവാക്കുകയില്ലേ? ഞാൻ മണിയടിച്ചു. അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങൾ ഉണ്ടായിരുന്ന പ്രാദേശിക പത്രം കൊണ്ടുവരാൻ പറഞ്ഞു. തലയോട്ടിയുടെ മുകളിൽ ഇടതുവശത്തെ മൂന്നാമത്തെ പാർശ്വാസ്ഥിയും കപാല പൃഷ്ഠാസ്ഥിയും മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് അടിമൂലം ചിതറിപ്പോയിട്ടുണ്ടെന്നാണ് ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ തലയിൽ ഞാൻ ആ ഭാഗം തൊട്ടുനോക്കി. പിന്നിൽ നിന്ന് തന്നെയായിരിക്കണം അങ്ങനെ ഒരു അടി കിട്ടിയതെന്ന് തീർച്ചയാണ്. ഷണ്ട കൂടിക്കൊണ്ടിരുന്നപ്പോൾ പിതാവും പുത്രനും മുഖാമുഖം നോക്കിയാണ് നിന്നിരുന്നത്. അതിനാൽ ഒരു പരിധിവരെ അത് കുറ്റവാളിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ അടി വീഴുന്നതിന് മുമ്പ് തന്നെ വൃദ്ധൻ തിരിഞ്ഞിരിക്കാമെന്നതിനാൽ അതുകൊണ്ട് അധികം ഗുണം ഉണ്ടായെന്നും വരില്ല. പിന്നെ മരിച്ചയാൾ എലിയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ്. അതെന്തായിരിക്കാം? തീർച്ചയായും ഉന്മാദത്താൽ പറഞ്ഞതാവില്ല അത്. കാരണം പെട്ടെന്നുള്ള അടിമൂലം മരിക്കാൻ പോകുന്ന ഒരുവൻ ഉന്മാദചിത്തനാവില്ല. തനിക്ക് ഈ വിധി എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കണം അത്. എങ്കിലും അതെന്തിനെയാവും സൂചിപ്പിക്കുന്നത്? ന്യായമായ ഒരു വിശദീകരണത്തിനായി ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചു. ഇനിയും മക്കാർത്തി പയ്യൻ കണ്ട ആ ചാരനിറത്തിലുള്ള തുണിയുടെ കഥയാണ്. അത് സത്യമാണെന്ന് വരികിൽ ഓട്ടത്തിനിടയിൽ കൊലപാതകി തന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഒന്ന് മിക്കവാറും അയാളുടെ ഓവർകോട്ട് അവിടെ ഇട്ടിട്ട് പോയിരിക്കാം. ഏതാണ്ട് 100 അടി അകലെയായി മകൻ പുറംതിരിഞ്ഞു നിന്ന സമയം മടങ്ങി വന്ന് പെട്ടെന്ന് അതെടുക്കാനുള്ള സൗകര്യവും ലഭിച്ചിരിക്കാം. എല്ലാം എത്ര കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളാണ്. ലെസ്രയുടെ പറഞ്ഞ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയില്ല. എങ്കിലും ഷെർലക് ഹോംസിന്റെ അനുഭവജ്ഞാനത്തിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു. അതിനാൽ മക്കാർത്തി പയ്യൻ നിരപരാധിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ദൃഢവിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഓരോ പുതിയ വസ്തുതകൾക്കും കഴിയുമെന്ന് ഞാൻ ആശിച്ചു. ഷെർലക് ഹോംസ് മടങ്ങിയെത്തിയപ്പോൾ രാത്രി ഏറെയായി. ലെസ്രയുടെ പട്ടണത്തിലെ ഒരു ഹോട്ടലിൽ തങ്ങിയതിനാൽ അദ്ദേഹം തനിയാണ് വന്നത്. ഇരുന്നപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, ആ സ്ഥലത്തേക്ക് നാം പോകും മുമ്പ് മഴ പെയ്യരുതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം അതുപോലെ ഒരു നല്ല ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ സൂക്ഷ്മതയും ഉണർവുമുള്ള സമയമേ തിരഞ്ഞെടുക്കാവൂ. യാതനാപൂർണമായ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മക്കാർത്തി പയ്യനെ കണ്ടു. അവനിൽ നിന്ന് എന്തറിഞ്ഞു? ഒന്നുമില്ല. ഒരു വിവരവും കിട്ടിയില്ലേ? ഒന്നും തന്നെയില്ല. ആരാണത് ചെയ്തതെന്ന് അവൻ അറിയാമെന്ന് പോലും ഒരു സമയം ഞാൻ ചിന്തിച്ചു പോയി. അയാളോ അവളോ മറയ്ക്കുകയാണെന്നും എന്നാൽ മറ്റെല്ലാവരെയും പോലെ അയാളും കുഴങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കണ്ടാൽ തരക്കേടില്ലെങ്കിലും വളരെ ബുദ്ധിയുള്ളവനാണ് അയാളെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഹൃദയശുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു. മിസ് ടർണറെ പോലെ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അയാളുടെ അഭിരുചി എനിക്ക് അനുമോദിക്കാൻ വയ്യ. അവിടെയാണ് ഒരു ദയനീയ കഥയുള്ളത്. ഈ പയ്യൻ ഭ്രാന്തമായി അവളെ സ്നേഹിക്കുന്നു. ഈ പെൺകുട്ടി 5 കൊല്ലം ദൂരെ ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അവളെ ശരിക്കറിയുന്നതിന് ഒരു 2 കൊല്ലം മുമ്പ് വെറും ബാലനായിരിക്കെ ബ്രിസ്റ്റളിലെ ഒരു മദ്യശാലയിലെ പരിചാരികയുടെ പിടിയിലായ ഈ വിഡ്ഢിക്ക് ആ പരിചാരികയെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാവും? ആർക്കും ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. തികച്ചും അസാധ്യമായതെന്ന് താൻ കരുതുന്ന ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ ശകാരിക്കപ്പെടുമ്പോൾ അയാൾ എത്ര ഭ്രാന്തനാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇങ്ങനെയൊരു ഭ്രാന്തിനാലാണ് മിസ് ടർണറുടെ പേര് പറഞ്ഞപ്പോൾ അയാൾ പിതാവിനു നേരെ കൈ ഉയർത്താൻ കാരണം. നേരെ മറിച്ച് സത്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത അയാളെ സർവ്വവിധവും ക്രൂരനായ ആ പിതാവ് വലിച്ചെറിഞ്ഞേനെ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മദ്യശാലയിലെ ആ പരിചാരികയോടൊത്താണ് അയാൾ ബ്രിസ്റ്റലിൽ കഴിഞ്ഞത്. എന്നാൽ അയാൾ അവിടെയായിരുന്നുവെന്ന് പിതാവ് അറിഞ്ഞിരുന്നില്ല. ഈ കാര്യം ശ്രദ്ധിച്ചോളൂ, ഇത് പ്രാധാന്യമുള്ളതാണ്. എന്തായിരുന്നാലും തിന്മയിൽ നിന്നും ഒരു നന്മയുണ്ടായിട്ടുണ്ട്. അയാൾ ആകെ കുഴപ്പത്തിലാണെന്നും തൂക്കിക്കൊല്ലപ്പെടാൻ തന്നെ ഇടയുണ്ടെന്നും പത്രങ്ങളിൽ നിന്നും അറിഞ്ഞ അവൾ അവനെ നിശേഷം തഴഞ്ഞു കളഞ്ഞു.
അവനുമായി അവൾക്കൊരു ബന്ധവുമില്ലെന്നും ബർമുഡ ഡോക്യാർഡിൽ അവൾക്കൊരു ഭർത്താവുണ്ടെന്നും പറയണമെന്നും അവൾ അയാൾക്ക് എഴുതിയിട്ടുണ്ട്. ഈ ചെറിയ വാർത്ത അയാൾ അനുഭവിച്ചതിനെല്ലാം അല്പമെങ്കിലും ആശ്വാസം പകർന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ ആരാണിത് ചെയ്തത്? ആരെന്നോ? ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും 2 കാര്യങ്ങളിലേക്ക് ആകർഷിക്കട്ടെ. 1, കൊല ചെയ്യപ്പെട്ട ആൾ തടാകക്കരയിൽ ആരുമായോ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ആ മനുഷ്യൻ തീർച്ചയായും സ്വന്തം മകനാവില്ലല്ലോ. കാരണം ദൂരെ എവിടെയോ ആയിരുന്ന അവൻ എപ്പോൾ വരുമെന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. 2ാമത്തേത്, മകൻ മടങ്ങിയെത്തി എന്നറിയാത്ത അയാൾ കൂവി എന്നതാണ്. മർമ്മപ്രധാനമായ ഈ 2 കാര്യങ്ങളിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ജോർജ് മെറിഡിയത്തിനെ കുറിച്ച് സംസാരിക്കാം. നിസ്സാര കാര്യങ്ങൾ നാളത്തേക്ക് വിട്ടുകളയാം. ഹോംസ് പ്രവചിച്ചതുപോലെ തന്നെ മഴയുണ്ടായില്ല. മഴക്കാറില്ലാതെ പ്രകാശപൂർണമായ പ്രഭാതം പൊട്ടിവിടർന്നു. 9 മണിക്ക് വണ്ടിയുമായി ലെസ്രേഡ് എത്തി. ഹാദർലി ഫാമിലേക്കും ബോസ്കോമ് താഴ്വരയിലേക്കും ഞങ്ങൾ പുറപ്പെട്ടു. മിസ്റ്റർ ടർണർക്ക് അസുഖം വളരെ കൂടുതലാണെന്നും ജീവൻ തന്നെ അപകടത്തിലാണെന്നും പറയുന്നു. പ്രായമുള്ള ആളാണോ? ഹോംസ് ചോദിച്ചു. ഏതാണ്ട് 60ഓടടുത്തു. പക്ഷേ വിദേശത്തെ താമസം അയാളെ ആകെ തകർത്തു കളഞ്ഞു. കുറെ നാളായി ആരോഗ്യം ക്ഷയിച്ചു വരികയായിരുന്നു. മക്കാർത്തിയുടെ മരണം അയാളെ ആകെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ടർണർ മക്കാർത്തിയുടെ ഒരു പഴയ സ്നേഹിതൻ എന്ന് തന്നെയല്ല, അയാളെ വളരെ സഹായിച്ചിട്ടുള്ള ആളുമാണ്. ഹാദർലി ഫാം വാടകയൊന്നുമില്ലാതെയാണ് അദ്ദേഹം അയാൾക്ക് കൊടുത്തതെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയോ? അത് കൊള്ളാലോ, ഹോംസ് പറഞ്ഞു. അതെ, മറ്റു 100 തരത്തിൽ അദ്ദേഹം അയാളെ സഹായിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ള എല്ലാവരും അയാളുടെ ദയയെക്കുറിച്ച് പറയുന്നുണ്ട്. വാസ്തവമോ? ടർണറോട് ഇത്രയധികം കടപ്പാടുള്ള, സ്വന്തമായി വളരെയൊന്നുമില്ലാത്ത ഈ മക്കാർത്തി അസംയുക്തമായും എസ്റ്റേറ്റിന്റെ അനന്തരാവകാശിയായിരിക്കുന്ന ടർണറുടെ മകളെ തന്റെ മകനുമായി വിവാഹം ആലോചിച്ചാൽ മതി, ബാക്കിയെല്ലാം പിന്നാലെ സ്വാഭാവികമായി നടന്നുകൊള്ളുമെന്ന് കരുതുന്നതും അല്പം വിചിത്രമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ടർണർക്ക് തന്നെ ഇതിൽ വെറുപ്പുണ്ടായിരുന്നു എന്നതാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. ടർണറുടെ മകൾ നമ്മളോട് ഇത്രയും പറഞ്ഞു. നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും ഊഹിക്കാനാവോ? അഭ്യൂഹങ്ങളും അനുമാനങ്ങളുമെല്ലാം നമുക്കാവാം. എന്റെ നേരെ നോക്കിക്കൊണ്ട് കണ്ണിറക്കിക്കൊണ്ട് ലെസ്രേഡ് പറഞ്ഞു. ഊഹങ്ങളുടെയും ഭാവനകളുടെയും പിറകെ പോയാൽ വസ്തുതകൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്നാണ് മിസ്റ്റർ ഹോംസ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഗൗരവത്തോടെ ഹോംസ് തുടർന്നു. വസ്തുതകൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വിഷമം തോന്നും. എന്തായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അല്പം ചുറുചുറുക്കോടെ ലെസ്രേഡ് പറഞ്ഞു. അതെന്താണ്? അതായത് അച്ഛൻ മക്കാർത്തിയുടെ മരണം സംഭവിച്ചത് മകൻ മക്കാർത്തി കാരണമാണ്. അതിനെതിരായുള്ള എല്ലാ ഊഹങ്ങളും വെറും നിലാവ് മാത്രമാണ്. നിലാവ് മൂടൽമഞ്ഞിനേക്കാൾ പ്രകാശമേറിയതാണല്ലോ, ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഇടതുവശത്ത് കാണുന്നത് ഹാദർലി ഫാം ആണെന്ന് ഞാൻ ധരിച്ചുപോയി. അതെ, അത് തന്നെയാണ്. അത് വിശാലമായ സൗകര്യം തോന്നിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. 2 നിലയുള്ള സ്റ്റേറ്റ് കല്ല് മേഞ്ഞതും ഭിത്തി മുഴുവൻ കൽപ്പായൽ പറ്റിപ്പിടിച്ചതിനാൽ നരച്ചതും അടഞ്ഞ കവാടങ്ങളും പുകയില്ലാത്ത ചിമ്മിനികളുമായി ആകെ കൂടി പീഡിത പ്രതീതി ഉളവാക്കുന്നതായിരുന്നു. ഒരു ഭീകര സംഭവത്തിന്റെ ഭാരം അപ്പോഴും അതിലുണ്ടെന്ന് തോന്നി. ഞങ്ങൾ വാതിൽക്കൽ മുട്ടി. ഹോംസിന്റെ അപേക്ഷ പ്രകാരം വേലക്കാരി മരണസമയം അവളുടെ യജമാനൻ ധരിച്ചിരുന്ന ബൂട്ടുകൾ ഞങ്ങളെ കാണിച്ചു. അപ്പോൾ ധരിച്ചിരുന്നതല്ലെങ്കിലും മകന്റെയും ഒരു ജോഡി ഷൂസുകൾ അവൾ കാട്ടിത്തന്നു. 7 or 8 വ്യത്യസ്ത നിലയിൽ നിന്ന് ശ്രദ്ധാപൂർവം ഇതെല്ലാം അളന്ന ശേഷം ഹോംസ് മുറ്റത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു. അവിടെ നിന്നും ഒരു വളഞ്ഞ പാതയിലൂടെ ഞങ്ങൾ ബോസ്കോമ്പ് താഴ്വരയിലേക്ക് പോയി. ചിന്തയ്ക്ക് ചൂടുപിടിച്ചാൽ പിന്നെ ഷെർലക് ഹോംസ് ആകെ മാറിപ്പോകും. ബേക്കൽ സ്ട്രീറ്റിലെ ശാന്തനായ താർക്കികനും ചിന്തകനും മാത്രമായി അറിഞ്ഞിരുന്നവർക്ക് ഇപ്പോഴത്തെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹത്തിന്റെ മുഖം വിളറിയിരുണ്ടു. നെറ്റിയിൽ 2 കറുത്ത വരകൾ വീണു. കണ്ണുകളിൽ നല്ല തിളക്കം വന്നു. മൂക്ക് വിടർന്നു. തോളുകൾ വളഞ്ഞു. നീണ്ട കരുത്തുള്ള കഴുത്തിലെ ഞരമ്പുകൾ ചാട്ടവാറ് പോലെ എഴുന്നു നിന്നു. ചുണ്ടുകൾ കടിച്ച് തന്റെ മുന്നിലുള്ള വസ്തുവിൽ പൂർണ്ണമായും ശ്രദ്ധ പതിപ്പിച്ച അദ്ദേഹത്തിന്റെ മൂക്ക് ക്രമാതീതമായി വികസിച്ചു. അതിനാൽ ഒരു ചോദ്യമോ അഭിപ്രായമോ അദ്ദേഹത്തിന്റെ ചെവികളിൽ പതിക്കാതായി. അതല്ലെങ്കിൽ അങ്ങേയറ്റം പ്രകോപിപ്പിക്കപ്പെടുമ്പോൾ അക്ഷമയോടെ ഒരു മൂളൽ മാത്രമായി മറുപടി. പുൽപ്പരപ്പനിടയിലെ ബോസ്കോമ്പ് തടാകത്തിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അദ്ദേഹം വേഗം നിശബ്ദനായി നടന്നു. ആ പ്രദേശമാകെ നനവുള്ള ചതുപ്പ് നിലമായിരുന്നു.
അവിടെ പാതയിലും പുൽപ്പരപ്പിലും പതിഞ്ഞ അനേകം കാൽപ്പാടുകൾ ഇരുവശത്തേക്കും കയറിപ്പോയതായി കാണാനുണ്ടായിരുന്നു. ചിലപ്പോൾ ഹോംസ് ധൃതിയിൽ നടക്കും, ചിലപ്പോൾ പതുക്കെ നിൽക്കും. ഒരു പ്രാവശ്യം ആ പുൽപ്പരപ്പിലേക്ക് തികച്ചും വളഞ്ഞ ഒരു വഴി ഉപയോഗിച്ച് തന്നെ വന്നു. ലെസ്ട്രേഡും ഞാനും അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു. ലെസ്ട്രേഡിന് പുച്ഛവും ഉദാസീനതയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രത്യേക ലക്ഷ്യത്തിനാണെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നതിനാൽ താല്പര്യത്തോടെ ഞാൻ പിന്തുടർന്നു. ധനികനായ മിസ്റ്റർ ടർണറുടെ സ്വകാര്യ പാർക്കിനും ഹാദർലി ഫാമിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ബോസ്കോംബ് തടാകത്തിൽ ഏതാണ്ട് 50 വാരയോളം ഈറ്റകൾ വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ്. കാടിന് മീതെ എതിർവശത്ത് ധനികനായ ഭൂവുടമയുടെ താമസ സ്ഥലമെന്ന് വിളിച്ചോതുന്ന കെട്ടിടത്തിന് മുകളിലെ ബഹുഭുജാകൃതിയിലുള്ള ചെറു ഗോപുരത്തിന്റെ ചുവന്ന് തള്ളി നിൽക്കുന്ന ഭാഗം കാണാം. തടാകക്കരയിൽ ഹാദർലി ഫാമിന്റെ വശത്ത് ഇടതിങ്ങി വളർന്ന കാടാണ്. തടാകത്തിലേക്ക് നിരനിരയായി നിൽക്കുന്ന ഈറ്റകളുടെയും മരങ്ങളുടെയും ഇടയിൽ 20 ചുവടുകളോളമുള്ള ഇടുങ്ങിയ ഒരു പുൽപ്പാതയുണ്ട്. ശവശരീരം കാണപ്പെട്ട യഥാർത്ഥ സ്ഥലം ലെസ്രേഡ് ഞങ്ങളെ കാട്ടി. വളരെ നനവുള്ള പ്രദേശമായിരുന്നതിനാൽ അടികൊണ്ട് വീണ മനുഷ്യന്റെ കാൽപ്പാടുകൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഹോംസിന്റെ തുറച്ച കണ്ണുകളിലും ശ്രദ്ധാപൂർണമായ മുഖഭാവത്തിലും നിന്നും ചവിട്ടിമെതിക്കപ്പെട്ട ആ സ്ഥലത്ത് നിന്നും അദ്ദേഹം മറ്റനേകം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. മണം പിടിച്ചോടി നടക്കുന്ന ഒരു നായയെപ്പോലെ അദ്ദേഹം അവിടാകെ ഓടി നടന്നു. ഇവിടെയാണ് ആ ലോഡ്ജ് സൂക്ഷിപ്പുകാരനും പാട്ടയും വന്നത്. ശവശരീരത്തിന് ചുറ്റും 6-8 അടി അവർ വലം വെച്ച് നടന്നു. എന്നാൽ ഇതാ അതേ പാദത്തിന്റെ 3 വ്യത്യസ്തമായ പാടുകൾ. അദ്ദേഹം കണ്ണാടിയെടുത്ത് നനവ് പറ്റാതെ ശരിക്ക് കാണാനായി നോക്കി. ഈ സമയമൊക്കെ ഞങ്ങളോടെന്നതിനേക്കാൾ തന്നോട് തന്നെയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹോംസ്. ഇതാണ് മക്കാർത്തി പയ്യന്റെ കാലുകൾ. 2 തവണ അയാൾ നടക്കുകയായിരുന്നു. ഒരിക്കൽ അയാൾ വേഗം ഓടിയതിനാൽ പാദങ്ങൾ താഴ്ന്നു പതിഞ്ഞിരിക്കുന്നു. ഉപ്പൂറ്റികൾ ശരിക്കും കാണാനും വയ്യ. അതയാളുടെ കഥ വ്യക്തമാക്കുന്നു. തന്റെ അച്ഛനെ അവിടെ കണ്ടപ്പോൾ അയാൾ ഓടി. എന്നാൽ ഇതെന്താണ്? ഓ, മകൻ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നപ്പോൾ നിലത്തൂന്നിയ തോക്കിന്റെ പാത്തിയാണ്. അപ്പോൾ ഇതോ? ആഹാ, എന്താണിവിടെ? കാൽവിരലുകൾ. കാൽവിരലുകൾ? സമചതുരമോ? അതും അസാധാരണ ബൂട്ടുകൾ. അതിവിടെ വന്നു പോയി, വീണ്ടും വന്നു. തീർച്ചയായും അത് കുപ്പായത്തിന് വേണ്ടി ആയിരിക്കണം. അതെവിടെ നിന്ന് വന്നു? അദ്ദേഹം താഴോട്ടും മേൽപോട്ടും ഓടി. ചിലപ്പോൾ എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ, ചിലപ്പോൾ ആ കാൽപ്പാടുകൾ നോക്കി. ഒടുവിൽ ഞങ്ങളെല്ലാം കാട്ടിനരികിൽ ആ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു ബീച്ച് മരത്തണലിൽ എത്തി. ഹോംസ് ഇതിലൂടെ മറുവശത്തേക്ക് പോയി. സംതൃപ്തിയുടെ ഒരു ചെറുലാഞ്ചന ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. വളരെ നേരം അദ്ദേഹം അവിടെ നിന്ന് താൻ സമ്പാദിച്ച ഉണക്കക്കമ്പുകളും ഇലകളും പരിശോധിച്ചു. കഴിവിലെടുത്തോളം മരത്തിന്റെ തൊലിയും ഒരു കൂടിൽ താൻ കരുതിയിരുന്ന മണ്ണും വരെ തന്റെ കണ്ണാടി ഉപയോഗിച്ച് പരിശോധിച്ചു. അരികുകളില്ലാത്ത ഒരു പരിപരുക്കൻ കല്ല് പുല്ലിനിടയിൽ കിടപ്പുണ്ടായിരുന്നു. അതും അദ്ദേഹം ശ്രദ്ധാപൂർവം പരിശോധിച്ചു നോക്കിയ ശേഷം കയ്യിൽ വെച്ചു. പിന്നെ കാട്ടിലെ ഒരു വഴിത്താരയിലൂടെ അദ്ദേഹം നാട്ടുവഴിയിൽ വന്നു. അവിടെ എല്ലാ തെളിവുകളും മാഞ്ഞിരുന്നു. നല്ല രസമുള്ള കേസാണിത്. തന്റെ സ്വാഭാവിക രീതിയിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വലതുവശത്തുള്ള ഈ ചാരനിറമുള്ള വീടാണ് ആ ലോഡ്ജ് എന്ന് എനിക്ക് തോന്നുന്നു. അകത്തുപോയി മോറനുമായി ഒരു വാക്ക് എനിക്ക് സംസാരിക്കണം. ചിലപ്പോൾ ഒരു ചെറിയ കുറിപ്പ് എഴുതേണ്ടി വരും. അത് ചെയ്ത ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. നിങ്ങൾ വണ്ടിയുടെ അരികിലേക്ക് നടന്നോളൂ, ഞാൻ ഇപ്പോൾ വന്നേക്കാം. ഞങ്ങൾ വണ്ടിയിൽ കയറി 10 മിനിറ്റ് ആവും മുമ്പ് അദ്ദേഹം തിരിച്ചു റോഡിലെത്തി. കാട്ടിൽ നിന്നെടുത്ത ആ കല്ല് അപ്പോഴും ഹോംസിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കിയേക്കാം ലെസ്രേഡ്. കൊലപാതകം നടത്തിയത് ഇതുകൊണ്ടാണ്. ഞാനൊരു പാടും കാണുന്നില്ലല്ലോ ഈ കല്ലിൽ. ഇതിലൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പുല്ല് ഇതിന് താഴെ വളരുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് അതിവിടെ ഇട്ടത്. എവിടെ നിന്നാണ് എടുത്തതെന്നതിന് തെളിവൊന്നുമില്ല. മുറിവുകൾക്ക് അനുയോജ്യമാണ്. മറ്റേതെങ്കിലും ഒരായുധത്തിന്റെ പാട് അവിടെയില്ല. കൊലപാതകയോ? നീണ്ട ഒരു മനുഷ്യൻ, ഇടത് കയ്യൻ, വലതുകാലിന് മുടന്തുള്ളവൻ, വേട്ടയ്ക്ക് പോകുമ്പോൾ ധരിക്കുന്ന കട്ടിയുള്ള സോളുള്ള ബൂട്ട് ധരിക്കുന്നവൻ, ചാരനിറമുള്ള വസ്ത്രവും ഇന്ത്യൻ ചുരുട്ടും വലിക്കുന്നവൻ, ചുരുട്ടുപിടി കൊണ്ട് നടക്കുന്നവൻ, മൂർച്ചയില്ലാത്ത പേനാ കത്തിയും ഇയാൾ പോക്കറ്റിൽ കൊണ്ടു നടക്കാറുണ്ട്. ഇനിയും പല സൂചനകളുണ്ട്. എന്നാൽ നമ്മുടെ അന്വേഷണത്തിന് ഇത്രയും മതി. ലെസ്രേഡ് ചിരിച്ചു. ഞാനിപ്പോഴും ഒരു അവിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നു. സിദ്ധാന്തങ്ങളൊക്കെ കൊള്ളാം,
പക്ഷേ നമുക്ക് കഠിനഹൃദയനായ ബ്രിട്ടീഷ് ജൂറിയുമായിട്ടാണ് ഇടപെടാനുള്ളതെന്ന് ഓർമ്മ വേണം. സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിലൂടെ ചരിച്ചുകൊള്ളൂ, ഞാൻ എൻ്റെയും. നോക്കാം. ഇന്നുച്ചയ്ക്ക് എനിക്ക് തിരക്കായിരിക്കും. വൈകുന്നേരത്തെ തീവണ്ടിക്ക് ചിലപ്പോൾ എനിക്ക് ലണ്ടനിലേക്ക് പോവാനൊക്കുമെന്ന് തോന്നുന്നു. കേസ് പൂർത്തിയാക്കാതെയോ? അല്ല, തീർത്തിട്ട് തന്നെ. അപ്പോൾ രഹസ്യമോ? അത് കണ്ടുപിടിച്ചു. എങ്കിൽ ആരാണ് കുറ്റവാളി? ഞാൻ പറഞ്ഞ ആ മാന്യൻ. അതാരാണ്? തീർച്ചയായും അയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇതത്ര ആൾപ്പാർപ്പ് കൂടുതലുള്ള സ്ഥലമല്ലല്ലോ. ലെസ്രേഡ് തോളുകൾ കുലുക്കി. ഞാനൊരു പ്രായോഗിക മനുഷ്യനാണ്, അയാൾ പറഞ്ഞു. രാജ്യം മുഴുവൻ ഇടത് കൈ വശമുള്ള മുടന്തുകാലനായ ഒരു മാന്യനെ അന്വേഷിച്ചു നടക്കാൻ എനിക്ക് വയ്യ. സ്കോട്ട്ലൻഡ് യാർഡിലെ പരിഹാസപാത്രമാകും ഞാൻ. ശരി തന്നെ, ശാന്തനായി ഹോംസ് തുടർന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ അവസരം തന്നു. ലെസ്രേഡിനെ അയാളുടെ മുറിയിൽ വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലേക്ക് പോന്നു. അവിടെ ആഹാരം മേശമേൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹോംസ് നിശബ്ദനായി ചിന്തയിലാണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്താകെ വേദനയുള്ള പോലെ തോന്നി. ആകെ കുഴങ്ങിയൊരവസ്ഥയിൽ അകപ്പെട്ട ഒരുവനെ പോലെ. നോക്കൂ വാട്സൺ, തുണി വൃത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ കസേരയിലൊന്ന് ഇരിക്കൂ. ഞാനൊരൽപ്പം പ്രസംഗിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അഭിപ്രായം ആദരിക്കും. ഒരു സിഗരറ്റ് കത്തിക്കൂ, ഞാൻ വിശദീകരിക്കാം. ദയവ് ചെയ്ത് പറയൂ. ശരി, ആദ്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ 2 കാര്യങ്ങൾ കണക്കിലെടുക്കണം. മക്കാർത്തി പയ്യന്റെ വിവരണം നമ്മൾ പെട്ടെന്ന് പ്രതികരണമുണ്ടാക്കി. എന്നിൽ അയാൾക്ക് അനുകൂലമായും നിങ്ങളിൽ പ്രതികൂലമായും. ഒന്നാമതായി, അയാൾ പറയും പോലെ അയാളെ കാണുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അച്ഛൻ കൂയി എന്ന് കൂവിയിരിക്കണം. മറ്റൊന്ന്, എലി അഥവാ റാറ്റിനെ കുറിച്ചുള്ള അയാളുടെ പരാമർശമാണ്. പിതാവ് പലതും പറഞ്ഞെങ്കിലും മകന് ഗ്രഹിക്കാൻ കഴിഞ്ഞത് അതുമാത്രമാണ്. ഈ 2 വസ്തുതകളിൽ നിന്ന് നമ്മുടെ ഗവേഷണം തുടങ്ങുന്നു. പയ്യൻ പറഞ്ഞത് അപ്പടി സത്യമാണെന്ന അനുമാനത്തിൽ നമുക്ക് തുടങ്ങണം. എങ്കിൽ ഈ കൂയി എന്താണ്? തീർച്ചയായും അത് മകനെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അയാൾക്കറിയാവുന്നത് മകൻ ബ്രിസ്റ്റലിലാണെന്നാണ്. വെളിപ്പാടെടുക്കൽ അയാൾ ഉണ്ടായത് വെറും ഭാഗ്യം കൊണ്ടാണ്. അപ്പോൾ ആ കൂയി നേരത്തെ കാണാൻ നിശ്ചയിച്ചുറച്ചിരുന്ന ആളിനു വേണ്ടി ആയിരുന്നു. കൂയി എന്നത് വ്യക്തമായും ഓസ്ട്രേലിയക്കാർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സൂചനയാണ്. ബോസ്കോംബ് താഴ്വരയിൽ വെച്ച് മക്കാർത്തി കാണാൻ ആഗ്രഹിച്ച ആൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നുവെന്ന് ശക്തമായിട്ട് ഊഹിക്കാം. എന്നാൽ എലി എന്താണ്? ഷെർലക് ഹോംസ് ചുരുട്ടിയ ഒരു കടലാസ് തന്റെ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്തു. എന്നിട്ടത് മേശപ്പുറത്ത് നിവർത്തി വെച്ചു. വിക്ടോറിയ കോളനിയുടെ ഒരു മാപ്പാണിത്. ഇന്നലെ രാത്രി ഞാൻ ഇതിനായി ബ്രിസ്റ്റളിലേക്ക് ഫോൺ ചെയ്തിരുന്നു. അതിലൊരു ഭാഗത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വായിക്കാം? എ റാറ്റ്. ഞാൻ വായിച്ചു. ഇപ്പോഴോ? അദ്ദേഹം കൈയെടുത്തു. ബില്ല റാറ്റ്. ശരി തന്നെ, അതാണ് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്. അതിൽ അവസാനത്തെ അക്ഷരങ്ങൾ മാത്രമേ, അതായത് റാറ്റ്, അയാളുടെ മകന് തിരിഞ്ഞുള്ളൂ. കൊലപാതകയുടെ പേര് ഉച്ചരിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. ബെല്ല റാറ്റിലെ ഇന്നയാൾ എന്ന്. അത് കൊള്ളാലോ, ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ ഞാൻ രംഗം വളരെ ചുരുക്കിയില്ലേ? ചാരനിറമുള്ള വസ്ത്രം മൂന്നാമത്തെ ഒരു വസ്തുതയാണ്. മകന്റെ വിവരണം ശരിയെന്ന് വെച്ചാൽ അത് ശരിയാകാം. വെറും അവ്യക്തതയിൽ നിന്ന് വ്യക്തമായ ചില ധാരണകൾ ഓസ്ട്രേലിയക്കാരനെ കുറിച്ച് ലഭിച്ചില്ലേ? ബെല്ലാറാറ്റിൽ നിന്നും ചാരവസ്ത്രം വരെ നാം ഇപ്പോൾ വന്നില്ലേ? ശരി തന്നെ. ഫാമിലിയുടെയോ എസ്റ്റേറ്റിലൂടെയോ മാത്രമേ തടാകത്തിനകത്തേക്ക് കടക്കാമായിരുന്നുള്ളൂ എന്നതിനാൽ അപരിചിതർക്ക് അവിടെ അലയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ പ്രദേശത്ത് തന്നെ താമസക്കാരനായ ഒരുവനായിരിക്കണം കൃത്യം ചെയ്തത്. തികച്ചും ശരിയാണ്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം. മണ്ണ് പരിശോധിച്ചതിൽ നിന്നും എനിക്ക് വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടി. അതുകൊണ്ടാണ് കുറ്റവാളിയെക്കുറിച്ച് ഞാൻ ചില വിവരങ്ങൾ ആ വിഡ്ഢി ലെസ്രേഡിന് കൊടുത്തത്. അവ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്കെന്റെ രീതി അറിയാമല്ലോ. അത് നിസാര വസ്തുതകളിൽ അധിഷ്ഠിതമായതാണ്. അയാളുടെ പൊക്കം അയാളുടെ നടത്തത്തിന്റെ വലുപ്പത്തിൽ നിന്ന് നിങ്ങൾ ഊഹിച്ചതാണെന്ന് എനിക്കറിയാം. ബോട്ടുകളെക്കുറിച്ചും കാൽപ്പാടുകളിൽ നിന്ന് പറയാം, അല്ലേ ഹോംസ്? ശരിയാണ്, അവ പ്രത്യേകതരം ബോട്ടുകളായിരുന്നു. എന്നാൽ മുടന്തോ? വലത്തുകാൽ എപ്പോഴും ഇടതിനേക്കാൾ അവ്യക്തമായേ പതിഞ്ഞിരുന്നുള്ളൂ. തന്നെയല്ല, അയാൾ കുറച്ചു ഭാരമേ ആ കാലിൽ ഏറ്റിയിരുന്നുള്ളൂ. കാര്യമെന്താണ്? അയാൾ മുടന്തുകയായിരുന്നു, അതായത് ഒരു മുടന്തനായിരുന്നു. എന്നാൽ ഇടത് കൈയോ?
അന്വേഷണത്തിൽ സർജൻ രേഖപ്പെടുത്തിയ മുറിവിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെട്ടിരുന്നില്ലേ? അടി പെട്ടെന്ന് പുറകിൽ നിന്നായിരുന്നു, അതും ഇടതുവശത്ത്. ഒരു ഇടതുകയ്യനല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ്? അച്ഛനും മകനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നപ്പോൾ അയാൾ മരത്തിന് മറഞ്ഞു നിന്നു. അവിടെ നിന്ന് ചുരുട്ടും വലിച്ചു. ഞാൻ ചുരുട്ടിന്റെ ചാരം കണ്ടു. പുകയിലയുടെ ചാരത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രത്യേക അറിവ് മൂലം അതൊരു ഇന്ത്യൻ ചുരുട്ടാണെന്ന് പറയാൻ കഴിഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ അല്പം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. 140 തരത്തിലുള്ള പൈപ്പ്, ചുരുട്ട്, സിഗരറ്റ്, പുകയില എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ചെറിയ പ്രബന്ധവും എഴുതിയിട്ടുണ്ട്. ചാരം കണ്ടതിനു ശേഷം ഞാൻ ചുറ്റും നോക്കി. അപ്പോൾ അയാൾ വലിച്ചെറിഞ്ഞ കുറ്റി പായലിനടിയിൽ കണ്ടു. അതൊരു ഇന്ത്യൻ ചുരുട്ടായിരുന്നു, റോട്ടർഡാമിൽ ചുരുളാക്കിയ ഇനം. അപ്പോൾ ചുരുട്ടുപിടിയുടെ കാര്യമോ? ചുരുട്ടിന്റെ അറ്റം അയാളുടെ വായിലായിരുന്നില്ലെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അതിനാൽ അയാളുടെ കയ്യിൽ അതിന്റെ പിടിയുണ്ടെന്ന് മനസ്സിലായി. ചുരുട്ടിന്റെ അറ്റം കടിച്ചു കളഞ്ഞതല്ല, കണ്ടിച്ചതായിരുന്നു. എന്നാൽ അതത്ര വൃത്തിയിലല്ലായിരുന്നു. അതിനാൽ മൂർച്ചയില്ലാത്ത പേനാക്കത്തിയാണ് അയാളുടെ കയ്യിലെന്ന് ഞാൻ അനുമാനിച്ചു. ഹോംസ്, നിങ്ങൾ ഈ മനുഷ്യനെതിരെ വിരിച്ചിരിക്കുന്ന വലയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ നിരപരാധിയായ ഒരു മനുഷ്യനെ സത്യത്തിൽ തൂക്കുമരത്തിൽ നിന്ന് തന്നെ മുറിച്ച് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വസ്തുതകളും എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് എനിക്ക് കാണാം, അതായത് കുറ്റവാളിയിലേക്ക്. മിസ്റ്റർ ജോൺ ടർണർ. ഹോട്ടലിലെ വെയിറ്റർ ഞങ്ങളിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് ഒരു സന്ദർശകനെ ഉള്ളിലേക്ക് നയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അകത്തേക്ക് കയറി വന്ന മനുഷ്യൻ വിചിത്രങ്ങളായ ആകർഷകത്വമുള്ള ആളായിരുന്നു. പതുക്കെ മുടന്തിയുള്ള നടത്തവും വളഞ്ഞ തോളുകളും അയാൾ വാർദ്ധക്യം കൊണ്ട് ശക്തി ക്ഷയിച്ചവനെന്ന തോന്നൽ ഉളവാക്കിയിരുന്നു. എങ്കിലും ദൃഢതയുള്ള ഗൗരവമേറിയ മുഖഭാവവും വലിയ അവയവങ്ങളും അയാൾക്ക് അസാധാരണമായ കരുത്തുള്ള ശരീരവും സ്വഭാവവുമാണെന്നുള്ളത് വ്യക്തമാക്കി. കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന താടിമീശയും ചാരനിറമുള്ള തലമുടിയും എടുത്തു നിൽക്കുന്ന തളർന്നു തൂങ്ങിയ കൺപുരികങ്ങളും അയാൾക്ക് ഒരു മാന്യതയും ഗാംഭീര്യവും സമ്മാനിച്ചിരുന്നുവെങ്കിലും മുഖത്ത് ചാരനിറമാർന്ന വെളുപ്പും ചുണ്ടിലും മൂക്കിനരികിലും നീല നിറവും കാണാമായിരുന്നു. മാരകവും വിട്ടുമാറാത്തതുമായ എന്തോ ഒരു അസുഖത്തിന്റെ പിടിയിലായിരുന്നുവെന്ന് അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ആ സോഫയിലേക്കിരിക്കൂ എന്ന് പറഞ്ഞ് ഹോംസ് സൗമ്യനായി ചോദിച്ചു. നിങ്ങൾക്ക് എന്റെ കുറിപ്പ് കിട്ടിയോ? ഉവ്, ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ അതെനിക്ക് കൊണ്ടുവന്ന് തന്നു. അപവാദം ഒഴിവാക്കാൻ എന്നെ ഇവിടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? തളർന്ന കണ്ണുകളിൽ നിരാശതയോടെ എന്റെ കൂട്ടുകാരനെ നേരെ നോക്കി ചോദ്യത്തിന് ഉത്തരം ഏതാണ്ട് ലഭിച്ച മട്ടിൽ അയാൾ ചോദിച്ചു. ശരിയാണ്, വാക്കുകളേക്കാൾ നോട്ടത്തിൽ മറുപടി നൽകിക്കൊണ്ട് ഹോംസ് പറഞ്ഞു. മക്കാർത്തിയെക്കുറിച്ചെല്ലാം എനിക്കറിയാം. വൃദ്ധൻ തന്റെ മുഖം കൈകളിൽ താങ്ങി. ദൈവം എന്നെ രക്ഷിക്കട്ടെ, അയാൾ തേങ്ങി. എന്നാൽ ആ ചെറുപ്പക്കാരന് കുഴപ്പം വരാൻ ഞാൻ ഇടയാക്കുകയില്ല. കോടതിയിൽ അത് അയാൾക്കെതിരാവുകയാണെങ്കിൽ ഞാൻ അത് തുറന്നു പറയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഗൗരവത്തോടെ ഹോംസ് പറഞ്ഞു. എന്റെ പ്രിയപുത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അതവളുടെ ഹൃദയം തകർക്കും. അവിടം വരെ വരില്ല, ഹോംസ് പറഞ്ഞു. എന്ത്? ഞാൻ ഔദ്യോഗിക പ്രതിനിധിയൊന്നുമല്ല. നിങ്ങളുടെ മകളാണ് എന്റെ സാന്നിധ്യം എവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. തന്നെയല്ല, ഞാൻ അവരുടെ താല്പര്യമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതും. എങ്ങനെയായാലും മക്കാർത്തി പയ്യൻ പുറത്തു വരും. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനാണ്. വർഷങ്ങളായി എനിക്ക് പ്രമേഹമുണ്ട്. ഞാനിനി 1 മാസം തന്നെ ജീവിക്കുമോ എന്ന് ഡോക്ടർക്ക് സംശയമാണ്. എന്നാലും ജയിലിനേക്കാൾ വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണ് എനിക്കിഷ്ടം, ടർണർ പറഞ്ഞു. ഒരു കെട്ട് പേപ്പറുകളും കയ്യിലൊരു പേനയുമായി ഹോംസ് എഴുന്നേറ്റ് മേശയ്ക്കരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് ഇനി സത്യം പറയൂ. ഞാൻ കാര്യങ്ങൾ കുറിച്ചു വെക്കാം. നിങ്ങൾ അതിൽ ഒപ്പിടണം. വാട്സൺ സാക്ഷി നിൽക്കും. മക്കാർത്തി പയ്യനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലാഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ കുറ്റസമ്മതം കാണിക്കാം. അത്യാവശ്യം വന്നെങ്കിലല്ലാതെ ഞാനിത് ഉപയോഗിക്കുകയില്ലെന്ന് താങ്കൾക്ക് ഞാൻ ഉറപ്പു തരാം. അത് മതി, വൃദ്ധൻ പറഞ്ഞു. കോടതി കൂടും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമേ ഇല്ല. എന്നാൽ ആലീസിന് ഒരു വിഷമം ഉണ്ടാവാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. അത് വിസ്തരിക്കാൻ സമയമേറെ എടുക്കുമെങ്കിലും അധികം സമയമെടുക്കാതെ ഞാനത് പറയാം. നിങ്ങൾക്ക് ഈ മരിച്ച മക്കാർത്തിയെ അറിഞ്ഞുകൂടാ. പിശാചിന്റെ മൂർത്തിഭാവമായിരുന്നു അയാൾ. അവനെ പോലൊരുവന്റെ കയ്യിലകപ്പെടാതെ നിങ്ങളെ ദൈവം കാക്കട്ടെ. കഴിഞ്ഞ 20 വർഷങ്ങളായി അവന്റെ പിടി എന്റെ മേലുണ്ടായിരുന്നു. അവനെന്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഞാൻ എങ്ങനെയാണ് അവന്റെ കീഴിലായതെന്ന് ആദ്യം പറയാം.
60കളുടെ ആരംഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത്. ഞാനൊരു പയ്യനായിരുന്നു. ചോരത്തിളപ്പുള്ള സാഹസികത നിറഞ്ഞ ജീവിതമായിരുന്നു അത്. എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന കാലം. ഞാൻ കൊള്ളരുതാത്തവരുടെ കൂട്ടുകെട്ടിലായി. മദ്യപാനം തുടങ്ങി. പേര് കളയത്തക്കവണ്ണം ഓരോന്നും ചെയ്യാനും തുടങ്ങി. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. സ്വതന്ത്രമായി അനിയന്ത്രിതമായി ഞങ്ങൾ ഇഷ്ടം പോലെ താവളങ്ങൾ മാറി മാറി താമസിച്ചു. ഖനികളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചു. ബെല്ലാറാറ്റിലെ കറുത്ത ജാക്ക് എന്ന പേരിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ഇന്നും കോളനിയിൽ ഞങ്ങളുടെ സംഘം അറിയപ്പെടുന്നത് ബെല്ലാറാറ്റിലെ കവർച്ച സംഘം എന്നാണ്. ഒരു ദിവസം ബെല്ലാറാറ്റിൽ നിന്നും മെൽബോണിലേക്ക് അകമ്പടിയോടെ സ്വർണം കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ കാത്തിരുന്ന് അവരെ ആക്രമിച്ചു. അവർ 6 കുതിരപ്പട്ടാളക്കാരുണ്ടായിരുന്നു. ഞങ്ങളും 6 പേർ. എന്നാൽ ആദ്യ ആക്രമണത്തിൽ തന്നെ ഞങ്ങൾ അവരിൽ 4 പേരെ വധിച്ചു. കൊള്ള മുതൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ 3 പയ്യന്മാർ കൊല്ലപ്പെട്ടു. ഡ്രൈവറുടെ നേർക്ക് ഞാൻ എൻ്റെ തോക്ക് നീട്ടി. അത് ഈ മക്കാർത്തി ആയിരുന്നു. ദൈവമേ, അന്ന് തന്നെ ഞാൻ അവനെ വകവരുത്തിയിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ അവനെ വെറുതെ വിട്ടു. എൻ്റെ എല്ലാ ഭാവങ്ങളും അറിയാനും ഓർത്തിരിക്കാനുമായി അവൻ്റെ ക്രൂരമായ കണ്ണുകൾ എൻ്റെ മുഖത്ത് തറഞ്ഞിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ സ്വർണവുമായി അവിടെ നിന്ന് കടന്നു. ധനികരായി. യാതൊരു സംശയത്തിനും ഇട നൽകാതെ ഇംഗ്ലണ്ടിലേക്കും പോന്നു. അവിടെ വെച്ച് ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായി പിരിഞ്ഞു. മാന്യനായി ശാന്തനായി കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങി. എൻ്റെ ധനം കൊണ്ട് അല്പസ്വല്പം നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഞാനത് സമ്പാദിച്ച രീതിക്ക് പിഴ എന്ന വണ്ണം ഞാൻ വിവാഹവും കഴിച്ചു. ഭാര്യ ചെറുപ്പത്തിലെ മരിച്ചുവെങ്കിലും അവൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മകൾ ആലീസിനെ തന്നു. ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അവളുടെ ചെറുകരങ്ങൾ എന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതായി എനിക്ക് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു പുതിയ മനുഷ്യനായി. കഴിഞ്ഞു പോയതിനൊക്കെ ആവും വിധം പശ്ചാത്താപം പ്രകടിപ്പിച്ചു തുടങ്ങി. എല്ലാം കുഴപ്പമില്ലാതെ നീങ്ങി. മക്കാർത്തിയുടെ പിടി എൻ്റെ മേൽ വീഴും വരെ. ഒരു വിവരം അറിയാൻ ഞാൻ ഒരു ദിവസം ടൗണിൽ പോയി. അവിടെ റീജന്റ് സ്ട്രീറ്റിൽ വെച്ച് മക്കാർത്തിയെ കണ്ടു. കഷ്ടിച്ചൊരു കോട്ടോ സൂട്ടോ പോലും ഇല്ലാതെ. നമ്മളിവിടെ ആയി ജാക്ക്, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കുടുംബം പോലെ ആയിരിക്കാം. ഇതാ ഞങ്ങൾ രണ്ടും, ഞാനും എൻ്റെ മകനും നിങ്ങൾക്ക് ഞങ്ങളുടെ സംരക്ഷണം നൽകാം. പോലീസിനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അവർ അങ്ങനെ അന്നു മുതൽ എൻ്റെ കൂടെ കൂടി. എൻ്റെ കൂടെ വെസ്റ്റ് കൺട്രിയിലെത്തി. പിന്നെ എന്നെ വിട്ടു പോകുന്ന പ്രശ്നമേ ഉണ്ടായില്ല. എനിക്കുണ്ടായിരുന്നതിൽ 1-ാം തരമായ സ്ഥലത്ത് അവിടെ വാടകയില്ലാതെ അവർ താമസമാക്കി. എനിക്ക് സമാധാനമോ വിശ്രമമോ മറവിയോ ഉണ്ടായില്ല. എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ അയാളുടെ ഇളിക്കുന്ന മുഖം എൻ്റെ മുൻപിലുണ്ടാവും. ആലീസ് വളർന്നതോടെ അവൻ്റെ ഭീഷണിയും വളർന്നു വന്നു. കാരണം പോലീസിനേക്കാൾ അവൾ എൻ്റെ പഴയ ചരിത്രം അറിയുന്നത് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അവൻ അറിഞ്ഞു. അയാൾക്ക് എന്ത് വേണമെങ്കിലും ആകാമായിരുന്നു. എന്താണെങ്കിലും ഒന്നും ചോദിക്കാതെ ഞാൻ കൊടുത്തിരുന്നു. ഭൂമി, ധനം, വീടുകൾ എല്ലാം. എന്നാൽ ഒടുവിൽ എനിക്ക് കൊടുക്കാൻ വയ്യാത്ത ഒന്ന് അവൻ ചോദിച്ചു. അവൻ എൻ്റെ ആലീസിനെ ചോദിച്ചു. അവൻ്റെ മകൻ വളർന്നു. അതുപോലെ എൻ്റെ മകളും. എനിക്കാണെങ്കിൽ ആരോഗ്യം മോശമായി. അവൻ്റെ മകൻ എൻ്റെ സ്വത്തിനെല്ലാം അവകാശിയാവുന്നത് നന്നായിരിക്കുമെന്ന് അവന് തോന്നി. എന്നാൽ എനിക്കത് സമ്മതമായിരുന്നില്ല. അവൻ്റെ ആ നശിച്ച വർഗം എൻ്റേതുമായി കലരാൻ ഞാൻ അനുവദിക്കുകയില്ല. പയ്യനോട് എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ അവനിലുള്ള രക്തം മറ്റവൻ്റേതല്ലേ? അത് മതിയല്ലോ. ഞാൻ ഉറച്ചു നിന്നു. മക്കാർത്തി ഭയപ്പെടുത്തി. അവന് ചെയ്യാവുന്നത് ചെയ്തോളാൻ ഞാനും പറഞ്ഞു. തടാകത്തിനടുത്തായി ഞങ്ങളുടെ വീടിന് മധ്യത്തിൽ വെച്ച് ഉച്ചയ്ക്ക് സംസാരിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ മകനുമായി സംസാരിക്കുന്നത് കണ്ടു. അതിനാൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരു മരത്തിന് പിന്നിൽ അവൻ ഒറ്റയ്ക്കാകും വരെ നിന്നു. എന്നാൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നപ്പോൾ എന്നിലെ ക്രൂരചിന്തകൾ ഉയർന്നു വന്നു. എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് അവൻ ആ പയ്യനെ നിർബന്ധിച്ചു. അവൾക്ക് എന്ത് പറയാനുണ്ടാവുമെന്ന് ലേശം കരുതൽ പോലുമില്ലാതെ. വെറുതെ വഴിയരികിലെ വേശ്യയെ പോലെ അവളെ സ്വീകരിക്കുക. ഞാൻ വിലമതിക്കുന്ന സർവവും ഇതോടെ ഇവന്റെ പിടിയിലാവും. ഈ ചിന്ത എന്നെ ഭ്രാന്തനാക്കി. ആ ഉടമ്പടി എനിക്ക് തകർത്തുകൂടെ? ഞാൻ ഏതായാലും തകർന്നടിഞ്ഞു മരിക്കാറായ ഒരുവനാണ്. മനഃശുദ്ധിയും സാമാന്യം ആരോഗ്യവും ഉണ്ടെങ്കിലും എൻ്റെ വിധി നിർണയിക്കപ്പെട്ടുവെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ എൻ്റെ ഓർമ്മയും എൻ്റെ മകളും രണ്ടും സംരക്ഷിക്കാം. ആ നശിച്ച നാക്ക് നിശബ്ദമാക്കിയാൽ. ഞാനത് ചെയ്തു മിസ്റ്റർ ഹോംസ്. ഞാനത് ഇനിയും ചെയ്യും. കടുത്ത പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാപമോചനത്തിനായി ഒരു രക്തസാക്ഷിയുടെ ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. എന്നാൽ എൻ്റെ മകളെ കൂടി അതേ ചെളിക്കുണ്ടിയിലേക്ക് വലിച്ചു താഴ്ത്തപ്പെടുക എന്നത് എനിക്ക് സഹിക്കാവുന്നതിലേറെയായിരുന്നു. വിഷമുള്ള ക്രൂരനായ ഒരു ജന്തുവിനെ എന്ന വണ്ണം ദയലേശം പോലുമില്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടു. അവന്റെ കരച്ചിൽ മകനെ തിരിച്ചു കൊണ്ടുവന്നു.
എന്നാൽ എനിക്ക് കാടിന്റെ മറവ് കിട്ടി. എങ്കിലും ഓട്ടത്തിനിടയിൽ വീണുപോയ എന്റെ കോട്ടെടുക്കാൻ ഞാൻ രണ്ടാമതും ചെല്ലേണ്ടി വന്നു. അതാണ് ഉണ്ടായ സത്യം. ശരി, ഞാനല്ല വിധി പറയേണ്ടത്. എഴുതി തീർത്തിയ പ്രസ്താവനയിൽ വൃദ്ധൻ ഒപ്പിടുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു, അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇടയാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട സാർ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നിങ്ങളുടെ ആരോഗ്യം പരിഗണിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഭൂമിയിലെ കോടതിയേക്കാൾ വലിയൊരു കോടതിയിൽ താമസിയാതെ മറുപടി പറയേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കുറ്റസമ്മതം ഞാൻ സൂക്ഷിക്കാം. മക്കാർത്തിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാനത് ഉപയോഗിക്കാൻ നിർബന്ധിതനായേക്കാം. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരിക്കലും ഇത് കാണുകയില്ല. നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ഈ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ശരി, എങ്കിൽ ഞാൻ പോകട്ടെ. ആ ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് കാലിടറി എന്ന വണ്ണം അയാൾ പതുക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ദൈവം രക്ഷിക്കട്ടെ. ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഹോംസ് പറഞ്ഞു, പാവപ്പെട്ട നിസ്സഹായരായ മനുഷ്യപ്പുഴുക്കളുടെ മേൽ എന്തിനാണ് വിധി ഇത്തരം വേലകൾ കാണിക്കുന്നത്? ഇതുപോലൊരു കേസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതിനാൽ ബാക്സ്റ്ററുടെ വാക്കുകൾ ഓർമ്മിക്കാതെ ഞാൻ പറയട്ടെ. ദൈവാനുഗ്രഹത്താൽ അതാ ഷെർലക് ഹോംസ് പോകുന്നു. ഷെർലക് ഹോംസ് എഴുതി തയ്യാറാക്കി പ്രതിഭാഗം വക്കീലിന് നൽകിയ നിരവധി തടസ്സവാദങ്ങളുടെ പിൻബലത്താൽ ജെയിംസ് മക്കാർത്തിയെ കോടതി വെറുതെ വിട്ടു. ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 7 മാസം കൂടെ വൃദ്ധനായ ആ ടർണർ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ആ മകനും മകളും സന്തോഷത്തോടു കൂടി അവരുടെ കഴിഞ്ഞ കാലത്തെ കറുത്ത മേഘപാളികളെക്കുറിച്ച് ഒന്നും അറിയാതെ ഒന്നിച്ച് താമസിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്.